ഓം ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം വ്യാം വേദവ്യാസായ നമഃ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ. മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വഹ. ഓം. മുക്തി എടുക്കുകയും മുക്തി കൊടുക്കുകയും ചെയ്യുന്ന രണ്ട് പ്രത്യേക സമ്പ്രദായങ്ങൾ, അതാണല്ലോ ഭാഗവതവും തമ്മിൽ വേർതിരിക്കുന്നത്. ഏതായാലും മുക്തി എന്ന് പറയുന്ന മോചനത്തെ സംബന്ധിച്ച് വാചാലമായി വളരെയേറെ കാര്യങ്ങൾ നാം ഇതപര്യന്തം ശ്രവിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം മുക്തി എന്ന് പറയുന്ന മോചനം സംസാരത്തിൽ നിന്നുള്ള മുക്തിയാണ് എന്ന് ഭാഗവതം വ്യക്തമാക്കുന്നുണ്ട്. ദേവി ഭാഗവതവും അത് തന്നെയാണ് പറയുന്നത്. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രഹഗൃഹീതാംഗം മാം ഉദ്ധര ഭവാർണവാത്. ആ ഒറ്റ പ്രാർത്ഥനയിൽ തന്നെ അടങ്ങിയിരിക്കുന്നത് സംസാരമാകുന്ന സമുദ്രത്തിൽ ഞാൻ നിമഗ്നനാണ്, മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഈ സംസാരം എന്ന് പറയുന്നത് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ആ സാഗരത്തിൽ കഴിഞ്ഞുകൂടുന്ന അല്ലെങ്കിൽ മുങ്ങിക്കിടക്കുന്ന എന്നെ രക്ഷിക്കണം. അതിന് മറ്റു ചില കാര്യങ്ങളോട് കൂട്ടിച്ചേർത്തു. കർമ്മഗ്രഹഗ്രഹീതാംഗം, ഓരോരോ കർമ്മങ്ങളിൽ വ്യാപൃതനായിട്ട്, പ്രവൃത്തികളിൽ വ്യാപൃതനായിട്ട് ഗ്രാഹം മുതല ഗ്രസിച്ചിരിക്കുന്ന രീതിയിലാണ് ഞാനിവിടെ സംസാരത്തിൽ കിടക്കുന്നത്. അപ്പോൾ സംസാരം സാഗരമായി അതിൽ ഞാനിങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്. അതിന് കാരണം കർമ്മഗ്രഹമാണ്, കർമ്മമാകുന്ന മുതലയാണ്. കർമ്മങ്ങളുടെ ഊരാക്കുടുക്കിൽപ്പെട്ട് ഞാനിങ്ങനെ പെട്ടുപോയതാണ്. ഇതെല്ലാമാണ് ഇതിൽ വരുന്നത്. എന്നിട്ട് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി സ്വീകൃതോസി മയാനാഥാമുക്തി അർദ്ധം ഭവസാഗരേ. എന്നിട്ട് ഭാഗവതത്തെ ഈ മുക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ സ്വീകരിക്കുന്നു. അപ്പോൾ എല്ലാ തരത്തിലും ഭാഗവത്തെ സ്വീകരിക്കുന്നത് കർമ്മം ആകുന്ന ഗ്രാഹം, അല്ലെങ്കിൽ കർമ്മം എന്നെ വിഴുകിയിരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുക, കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടുക. കർമ്മം ഇനിയും അടിക്കടി വർദ്ധിച്ചു വന്ന് ഞാൻ ഉഴലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ചുരുക്കം. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ശരീരം എന്ന് പറയുന്നത് കർമ്മത്തിന് വേണ്ടിയിട്ടുള്ളൊരു പാത്രമാണ്, അല്ലെങ്കിൽ കർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടൊരു പാത്രമാണ്. അപ്പോൾ ശരീരത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കർമ്മം ചെയ്തേ മതിയാവും. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. അത്തരത്തിൽ കർമ്മങ്ങൾ ചെയ്ത് കർമ്മങ്ങളിൽ നിന്ന് രക്ഷയില്ലാതെ ഇരിക്കുന്നൊരവസ്ഥയാണ് മുക്തിയില്ലാത്തത് എന്ന് നമുക്കതിൽ നിന്ന് എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ കർമ്മങ്ങൾ ചെയ്ത് കർമ്മത്തിൽപ്പെട്ട് അങ്ങനെ കർമ്മത്തിൽ നിന്ന് മോചനമില്ലാത്തൊരവസ്ഥയ്ക്ക് മുക്തി എന്ന് പറയുമ്പോൾ ഒന്നുകൂടി വ്യക്തമായി, ഈ കർമ്മം കൊണ്ടാണ് വാസ്തവത്തിൽ ഞാൻ ജനിച്ചത്, കർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജനിച്ചത്, കർമ്മത്തിലൂടെയാണ് ഞാൻ ജീവിച്ചു പോകുന്നതെങ്കിൽ കർമ്മം ഒടുങ്ങാതിരിക്കുന്നിടത്തോളം കാലം എനിക്ക് മോചനമില്ല എന്ന്. അത് വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോഴും വിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ കർമാണി സപ്താഹ ശ്രവണേ ഹൃദയ എന്ന് പറയുമ്പോൾ അവിടെയും ഈ കർമ്മങ്ങളെല്ലാം തന്നെ ക്ഷയിക്കാനോ ക്ഷയിപ്പിക്കാനോ ഒരു വിദ്യ, അതാണ് ഭാഗവതം എന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. ഇവിടെ നമ്മുടെ ലക്ഷ്യമതല്ല. ഇവിടെ ഈ മോചനം എന്ന് പറയുന്നത്, അതായത് കർമ്മം ഇല്ലാതിരിക്കണമെങ്കിൽ വളരെ നല്ലൊരു കണക്ക്, അല്ലെങ്കിൽ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സംഗതിയിൽ വ്യക്തമായിട്ടുള്ളൊരു ധാരണ വച്ചു പുലർത്താനായിട്ട് വളരെ എളുപ്പമായിട്ടുള്ളൊരു സംഗതി എന്താ? ശരീരമുള്ളത് കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് ശരീരം കൊണ്ടാണ്. അപ്പോൾ ഈ ശരീരം ഉണ്ടായത് കർമ്മം കൊണ്ടാണ്. കർമ്മം ഒടുങ്ങിയാൽ മോചനമായി എന്ന് പറയുമ്പോൾ ശരീരം ഇല്ലാതെയായി, ആവശ്യമില്ല. അപ്പോൾ കർമ്മം ചെയ്യാനുള്ള ഉപാധി, അത്തരത്തിലുള്ള ഒരു യന്ത്രത്തിൻ്റെ ആവശ്യകത കർമ്മം അവശേഷിച്ചു കിടക്കുന്നതുകൊണ്ടുള്ളതാണ്. അങ്ങനെ കർമ്മം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ശരീരത്തിൽ നിന്ന് വിടുതൽ വാങ്ങിയാൽ പിന്നെ ജനിക്കേണ്ടതുമില്ല. എത്ര എളുപ്പകരമായിട്ടുള്ളൊരു ഇക്വേഷൻ, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു കണക്ക്. അപ്പോൾ എല്ലാ തരത്തിലും ഈ പറയുന്ന കർമ്മം ഒടുങ്ങുന്ന വിദ്യ, കർമ്മം കൂടുതൽ ഇങ്ങനെ വാങ്ങിക്കൂട്ടാതെ വാരിക്കൂട്ടാതെ അത്തരത്തിൽ കർമ്മം ക്ഷയിപ്പിച്ച് കൊണ്ടുവരിക, തന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് തീർത്ത് മുന്നോട്ട് പോവുക, എന്നിട്ട് കൂടുതലായിട്ട് കർമ്മത്തിൽ ഏർപ്പെടാതിരിക്കുക മോചനത്തിൻ്റെ ഒരു മാർഗമാണ്. അപ്പോൾ നൈഷ്കർമ്മ്യം ആവിഷ്കൃതം എന്ന് പറയുന്നതും അത് തന്നെ. നൈഷ്കർമ്മ്യം ഒന്നും ചെയ്യാനില്ല.
അപ്പോൾ എല്ലാ തരത്തിലും കർമ്മങ്ങളെല്ലാം തന്നെ ഒടുങ്ങി എന്ന് പറഞ്ഞാൽ അവശേഷിച്ച് കിടക്കുന്ന കർമ്മങ്ങളൊന്നുമില്ല. കർമ്മം അവശേഷിച്ച് കിടക്കാതിരുന്നാൽ ജന്മവുമില്ല. കർമ്മമെടുത്ത് ജന്മം, ഈ പറഞ്ഞ ജന്മമെടുത്ത് കർമ്മമൂലമാണ് എങ്കിൽ ആ കർമ്മം ഒടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജന്മം എടുക്കേണ്ടതുമില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ഭാഗവത്തിലും ദേവീ ഭാഗവത്തിലും ഒരേ ഒരു ആശയമാണ്. ഇനി മറ്റൊരു സംഗതി കൂടി, നമ്മൾ ഈ കർമ്മത്തിലേക്ക് വ്യാപൃതരായി ശരീരത്തെ ഉപയോഗിച്ച് പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ, കർമ്മം ഒടുങ്ങാതിരിക്കുമ്പോൾ ഗതിയില്ലാത്ത, മോക്ഷമില്ലാത്ത, മോചനമില്ലാത്ത ഒരവസ്ഥ സംജാതമാകുന്നത് ഉപേക്ഷിക്കാൻ എന്താ മാർഗം? ഞാൻ ശരീരമല്ല എന്നിങ്ങനെ തറപ്പിച്ച് ബലപ്പെടുത്തി കൊണ്ടുപോവുക. അപ്പോൾ ഞാൻ ശരീരമല്ല എന്നുള്ളൊരു ഭാവന അതുണ്ടാക്കിയെടുക്കലാണ് ഭാഗവത്തിൻ്റെ ലക്ഷ്യം. മറ്റേ ഭാഗവതം, അതായത് പ്രവൃത്തി മാർഗമായിരിക്കുന്ന ഭാഗവതത്തിൽ ശരീരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ്, അത് കർമ്മത്തിന് പ്രാമുഖ്യം ഉള്ളതായതുകൊണ്ട് അവിടെയാണ് പ്രവൃത്തി എന്നുള്ളൊരു വാക്ക് പ്രയോഗിച്ചത്. അപ്പോൾ എല്ലാ തരത്തിലും നാം നമ്മുടെ ശരീരമല്ല എന്നിങ്ങനെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ വെറുതെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നമുക്കൊക്കെ പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതെല്ലാം ബുദ്ധിമുട്ട് പിടിച്ച കാര്യങ്ങളാണ് ഗ്രഹിക്കാനും, ഗ്രഹിച്ചിട്ട് അതിൽ സ്ഥിതി ചെയ്യാനും. അപ്പോൾ നല്ലൊരു വാക്ക് കടന്നു വരുന്നത് നമ്മുടെ നിലയെന്താ, നമ്മുടെ നിജസ്ഥിതി എന്താ. നമ്മൾ കേവലമായിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആരാണ്? അപ്പോൾ കേവലമായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും സകല ജീവജാലങ്ങളുടെയും കേവലമായിരിക്കുന്ന അവസ്ഥ ആത്മാ എന്ന് പറഞ്ഞെത്തിച്ചു. ഇവിടെയാണ് സനാതനത്വം, അതായത് സനാതനധർമ്മമെന്നും സനാതന മാർഗമെന്നും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആക്ഷേപിക്കാൻ പോലും നമ്മൾ മുതിരാൻ കാരണം എന്താ? ഈ സനാതനത്വം മനസ്സിലാക്കാത്ത കൂട്ടരാണ് എല്ലാവരും. സനാതനത്വം അതായത് ആക്ഷേപിക്കുന്നവരും ആക്ഷേപിക്കപ്പെടുന്നവരും രണ്ടു കൂട്ടരും സനാതനത്വം മനസ്സിലാക്കുന്നില്ല. അപ്പോൾ എല്ലാ തരത്തിലും സനാതനത്വം എന്നുള്ളത് ഞാൻ ശരീരത്തെ അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് അതിനെ വച്ച് പുലർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ എനിക്ക് സനാതനത്വം ഇല്ല. നേരെ കുറിച്ച് ഞാൻ ആത്മഭാവമാണെന്ന് കണ്ട് ശരീരത്തെ തൽക്കാലം ഇങ്ങനെ കിട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് അടക്കുന്നത് കൊണ്ട് അതിനെ ഉപയോഗിക്കാം എന്നുള്ളതിൽ കവിഞ്ഞ് അതിന് അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കാതിരുന്നാൽ സനാതനത്വം നമുക്ക് സമാർജിക്കാം. അപ്പോൾ സനാതനത്വം എന്ന് പറയുന്നതാണ് കേവലമായിരിക്കുന്ന അവസ്ഥ, അത് ആത്മഭാവം, കേവലം. അപ്പോൾ ഈ കേവലമായിരിക്കുന്ന ആത്മഭാവത്തെ നമുക്ക് സിദ്ധിച്ചു കഴിഞ്ഞാൽ അതാണ് അവനവൻ്റെ നില അല്ലെങ്കിൽ നിജസ്ഥിതി. ആ നിജസ്ഥിതി അല്ലെങ്കിൽ നിജനില എന്ന് പറയുന്ന ആത്മഭാവത്തെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അവസ്ഥയാണ് കൈവല്യം, കേവലമായിരിക്കുന്ന ആത്മഭാവം. കൈവല്യത്തെ നമ്മൾ സമവിട്ടെഴുതുന്ന മോക്ഷമെന്നാണ്. അപ്പോൾ ഈ മോക്ഷം എന്ന് പറയുന്ന സാരൂപ്യം, സായുജ്യം, സാമീപ്യം എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ അത്തരത്തിൽ അടുത്തുകൂടിക്കൊണ്ട് ആ മോക്ഷം വസ്തുത പൂർണ്ണമായിട്ടുള്ള ഒരു ലയമല്ല. അപ്പോൾ ഇവിടെ മറ്റൊരു വാക്ക് കടന്നു വരുന്ന ലയം, ആലയം എന്നുള്ളൊരു വാക്കും നമ്മൾ കണ്ടു, ലയിക്കുക. അപ്പോൾ ഏതിൽ ലയിക്കുന്നു എന്നുള്ള ചിന്ത കൂടി ഇവിടെ വാസ്തവത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഏതിൽ ലയിക്കണം. അപ്പോൾ ഇവിടെ ലയാവസ്ഥ എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണമായിട്ട് വേറൊന്നുമില്ലാത്തൊരവസ്ഥ, രണ്ട് എന്ന് പറയുന്ന ഭാവമില്ലാത്തൊരവസ്ഥ. ഒന്നുകൂടി നമ്മൾ വിശദമായിട്ട് ഇതിനകത്തേക്ക് കടന്നാൽ രണ്ടായിട്ടിരിക്കുന്ന ഭാവത്തിന് എപ്പോഴാണോ അറുതി വരുന്നത് ആ സമയത്ത് നമ്മൾ മുക്തന്മാരായി. ഇവിടെയാണ് മഹാവാക്യങ്ങളുടെ സഹായം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ചാന്തോക്യോപനിഷത്തിലെ മഹാവാക്യം നമ്മൾ പഠിക്കുന്ന തത്വമസി എന്ന് പറയുന്ന ആ മഹാവാക്യത്തിൽ തത്വം ത്വം, അതും നീയും എന്ന് പറയുന്ന രണ്ട് പദങ്ങളുണ്ട്. ഇത് രണ്ടും ഉള്ളിടത്തോളം കാലം മോചനമില്ല. അപ്പോൾ തത്വം എന്ന് പറയുന്ന തത്വമാണ് തത്വം എന്ന് പറഞ്ഞാൽ അത് നീ. അപ്പോൾ അത് നീ എന്ന് പറയുന്ന അതും നീയും ഇത് രണ്ടും രണ്ടായിട്ടിരുന്നാൽ കിട്ടാത്ത അതിൻ്റെ പേരാണ് മോക്ഷം. അപ്പോൾ ഈ മോചനം എന്ന് പറയുന്നത് തത് എന്ന് പറയുന്നതും ത്വം എന്ന് പറയുന്നതും ഒന്നായിട്ട് തീർന്നാൽ മോക്ഷമായി. അവിടെയാണ് ദ്വൈതം പോയി അദ്വൈതമായി. ഈ അദ്വൈതം എന്ന് പറയുന്നത് അനുഭൂതി എന്നൊക്കെ പറയുമ്പോഴും അത് രസിക്കാനായിട്ട് ആരെങ്കിലും അവശേഷിച്ച് കിടപ്പുണ്ടോ? ചിന്തിച്ചു നോക്കൂ. അത് നീ ആകുന്നു എന്ന് പറയുന്ന ആ പരോക്ഷ അനുഭൂതിക്ക് വേണ്ടിയിട്ട് നമ്മൾ കിണഞ്ഞ് പരിശ്രമിച്ച് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ച് മനസ്സിലാക്കി എന്ന് പറയാനായിട്ട് ആരാ അവശേഷിച്ച് കിടക്കുന്നത്? അപ്പോൾ യാതൊന്നും അവശേഷിച്ച് കിടക്കുന്നില്ല. ജീവാത്മാവെന്ന് പറയുന്ന നീ, പരമാത്മാവെന്ന് പറയുന്ന തത്, അതുമായിട്ട് ഒന്നിച്ചു ചേർന്ന് കിട്ടുന്ന അനുഭൂതി, അത് കിട്ടിക്കഴിയുമ്പോൾ അവിടെ അതും ഇല്ല ഇതും ഇല്ല എങ്കിൽ അവിടെ വാസ്തവത്തിൽ കർത്തൃത്വ അഭിമാനവുമില്ല, കർത്താവുമില്ല. കർത്താവില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും എന്ന് പറയുന്ന രണ്ടുമില്ല. ഭോക്തൃത്വമില്ല, കർത്തൃത്വമില്ല. അപ്പോൾ എല്ലാ തരത്തിലും മോചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ അബ്സ്ട്രാക്റ്റ് ആയിരിക്കുന്നൊരു വിഷയം
ഇതിനെയാണ് വാസ്തവത്തിൽ വളച്ചൊടിച്ച് പലരും പലതരത്തിൽ പറഞ്ഞ് പല രീതികളിൽ വ്യാഖ്യാനിച്ചു വരുമ്പോൾ ഇപ്പോൾ സനാതനത്വം അല്ലെങ്കിൽ സനാതനധർമ്മം എന്ന് പറയുന്ന അറിയാതെ ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നത്. അത് വരാതിരിക്കാൻ എന്താ മാർഗം? സനാതനത്വം എന്ന് പറയുന്നത് ആത്മഭാവമാണ്. ആത്മഭാവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മൾ അന്വേഷിച്ചറിയേണ്ടത് എന്ന് പറഞ്ഞാൽ വളരെ പാടുപെട്ട് അറിയേണ്ടതാണ്, പക്ഷെ അറിഞ്ഞുകൊള്ളൊന്നില്ല. അപ്പോൾ ഏതായാലും ഈ പറയുന്ന ശരീരമല്ല നമ്മൾ ഓരോരുത്തരും എന്നുള്ള ആ ബോധതലത്തെ വാർത്തെടുക്കലാണ് ആധ്യാത്മികത. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പഞ്ചേന്ദ്രിയങ്ങളായാലും പ്രാണങ്ങളായാലും അല്ലെങ്കിൽ ഈ പറയുന്ന പഞ്ചഭൂതങ്ങളായാലും ഇതെല്ലാം ഒന്നൊന്നിനോടിങ്ങനെ ഇഴുകിച്ചേർന്ന് ലയിച്ച് പഞ്ചഭൂതങ്ങളും ഇല്ല, പഞ്ചേന്ദ്രിയങ്ങളും ഇല്ല, പഞ്ചപ്രാണങ്ങളും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ആ ലയം ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാം. നമ്മുടെ സമ്പ്രദായത്തിൽ ഈ പറയുന്ന സനാതന മാർഗം ഉപദേശിക്കുന്ന സൃഷ്ടിക്രമത്തിൽ ആകാശത്തിൽ നിന്ന് വായുവിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന അഗ്നി എല്ലാം തന്നെ കടന്നിട്ട് ജലത്തിലൂടെ ഭൂമിയിൽ വന്നു നിന്നു. അതാണ് ഭൂമി ഒരു പ്രതലമാണ്, പ്രദേശമാണ്. ഭൂമി എന്ന് പറയുന്ന തലത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആകാശതലത്തിലായിരുന്നു. ഈ ആകാശതലം എന്ന് പറയുന്ന അതിസൂക്ഷ്മമായിരിക്കുന്ന വളരെയേറെ വിസ്താരണമായിരിക്കുന്ന സ്പേസാണ്. അപ്പോൾ വളരെയേറെ ശുദ്ധവും അതുപോലെ ശാശ്വതവും അതുപോലെ അനന്തവുമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞാനിങ്ങനെ ഇറങ്ങി പോകുന്ന ഭൂമിയുടെ ഉപരിതലത്തിൽ വന്ന് ജനിച്ചു എന്നാണ്. അപ്പം ജനനം എന്ന് പറയുന്ന പ്രക്രിയയിൽ ജനിച്ചിട്ട് വേണ്ട വാക്യങ്ങൾ ചിന്തിക്കാൻ. അപ്പോൾ ജനനം എന്ന് പറയുന്ന പ്രക്രിയയിൽ ഞാൻ ആകാശതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ ഇറങ്ങി വന്ന ഞാൻ തിരിച്ചു പോകണം. അതാണ് അവരോഹണം എന്ന് പറയുന്ന പ്രസവം, അല്ലെങ്കിൽ അവരോഹണം എന്ന് പറയുന്ന ജനനം. അത് കഴിഞ്ഞ് ആരോഹണം എന്ന് പറയുന്ന മോക്ഷം അല്ലെങ്കിൽ മുക്തി. അതിനു വേണ്ടിയിട്ട് ഞാൻ പതുക്കെ കടക്കണം. വെള്ളത്തിലേക്ക് കടന്നു. വെള്ളത്തിൽ ലയിക്കാനായിട്ട് നോക്കി. വെള്ളത്തിൽ ലയിച്ചിട്ട് അഗ്നിയുമായിട്ടൊക്കെ തിളപ്പിച്ചും അതുപോലെ പല കാര്യങ്ങൾ ചെയ്തു വായുവിലേക്കും. എന്നിട്ട് ആകാശത്തിലേക്ക് ഞാൻ ചെന്നപ്പോൾ എൻ്റെ ശരീരം ഇവിടെ പോയി. ഈ മരിച്ചവരുടെ എല്ലാം തന്നെ ശരീരമെല്ലാം തന്നെ കത്തിക്കുന്ന കാണുമ്പോൾ ഹോമവസ്തുവായിട്ട് ശരീരത്തെ മാറ്റിയിട്ട് തീയിലിട്ട് കത്തിക്കുന്ന ദഹനക്രിയ, അതിലൂടെ നാം പഠിക്കേണ്ട ഇത്രമാത്രമാണ്. എന്താ അത്? ഈ ശരീരം അത് സ്ഥൂലമായിട്ടുള്ള ഭാവം, അത് വാസ്തവത്തിൽ സത്തുപോയതിനു ശേഷം വീണ്ടും കിടക്കുന്നു. അങ്ങനെ പ്രേതമായി അല്ലെങ്കിൽ ജഡമായി അതിനെ കത്തിച്ച് ചാമ്പലാക്കുന്നു. അതിൻ്റെ കോമ്പണൻസ്, അതിൻ്റേതായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ അതാത് ഘടകങ്ങളിൽ ലയിക്കുന്നു. കഴിഞ്ഞു. അപ്പോൾ അത് മോചനം എന്ന് പറയുന്ന രീതിയാണ്. ശരീരത്തിൽ നിന്ന് മോചിതനായി. പക്ഷേ അവിടെ ഈ സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത അങ്ങനെ വെറുതെ ശരീരം വിട്ടുപോയാൽ പോരാ. ശരീരം വിട്ടുപോകുമ്പോൾ ഒരു ബോധതലം നമുക്കുണ്ടാകണം. ഈ ശരീരം ഞാനല്ല. ഈ ശരീരത്തെ കെട്ടിപ്പിടിച്ച് ഇത്രയും കാലം ജീവിച്ചവരോരോ കാര്യങ്ങൾ ചെയ്ത് ഞാൻ തിരിച്ചിങ്ങനെ പോകുമ്പോൾ, ശരീരത്തെ വിട്ടുപോകുമ്പോൾ ആ ശരീരത്തോട് യാതൊരു മമതയുമില്ലാത്ത രീതിയിൽ പോകണമെന്നാണ് ഈ സനാതനധർമ്മം പഠിപ്പിക്കുന്നത്. കാരണം ശരീരം ഞാനല്ലാത്തതുകൊണ്ട്. അപ്പോൾ എൻ്റെ ശരീരമായിരിക്കുന്ന ശരീരത്തെ കുറേ വർഷക്കാലം ഞാനിങ്ങനെ കൊണ്ടു കടന്ന് ആസ്വദിച്ച് കർമ്മങ്ങൾ ചെയ്യാനുള്ളൊരു ഉപകരണമാക്കി കൊണ്ടു കടന്നിട്ട് അവസാനം ആ ശരീരത്തെ ഉപേക്ഷിക്കുമ്പോൾ ശരീരത്തോട് യാതൊരു പ്രേമവും തോന്നാതിരിക്കുന്നൊരവസ്ഥ വരുമ്പോൾ ഞാൻ മുക്തനായി. അതിനെയാണ് ആസക്തിയെന്നോ അസക്തിയെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാഗമെന്നോ അനുരാഗമെന്നോ ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ രാഗാദികൾ, അനുരാഗാദികൾ അല്ലെങ്കിൽ ആസക്തമായിരിക്കുന്നൊരു മനസ്സ്, അത് വാസ്തവത്തിൽ നമ്മളെ സ്ഥൂലമായിരിക്കുന്ന പ്രപഞ്ചവുമായിട്ടിങ്ങനെ ബന്ധിപ്പിച്ച് കിടക്കുമ്പോൾ ഉള്ളത് ബന്ധം, അത് വിട്ടുപോകുന്നത് മോചനം, മോക്ഷം. ഇത് മനസ്സുകൊണ്ട് സാധിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഭാഗവതവും ദേവി ഭാഗവതവും പറയുന്ന മോക്ഷം ഒന്നുകൂടി നിങ്ങൾ കടന്നു ചിന്തിക്കണം. കാരണം പരീക്ഷത്തിന് ഇത് കിട്ടിയെന്നാണ് പരീക്ഷത്ത് അവകാശപ്പെടുന്നത്. 7ാമത്തെ ദിവസം പരീക്ഷത്ത് ശരീരത്തെ വിട്ടിട്ട് പോവുക. അപ്പോൾ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റേതായ അല്ലെങ്കിൽ പരീക്ഷിത്ത് എന്ന് പറയുന്ന ജീവൻ അത് ശരീരത്തെ വിട്ട് രക്ഷപ്പെടുകയാണ്, മോക്ഷം. അപ്പോൾ ഇങ്ങനെ വിട്ടുപോയപ്പോൾ പിന്നെ ആ ശരീരത്തോട് യാതൊരു പ്രതിപത്തിയുമില്ല. എന്താ താല്പര്യമില്ലാത്തതെന്ന് ചോദിച്ചാൽ പരീക്ഷത്തിന് ഇപ്പോൾ ബോധ്യമായി 7 ദിവസം കൊണ്ട് നല്ലൊരു പഠനക്രമം, ആ സിമ്പിൾ കോഴ്സ്, ഒരു 7 ദിവസത്തെ ഒരു പഠനത്തിൻ്റേതായ രീതി, ആ കോഴ്സായി അത് 7 ദിവസക്കാലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഉറപ്പിച്ചു, ഞാൻ ശരീരമല്ല. അങ്ങനെ ശരീരമല്ല എന്ന് പണ്ട് കേട്ടിട്ടുണ്ട്, പലരും ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ പുസ്തകജ്ഞാനം. ഈ പുസ്തകത്തിലൂടെയും കേട്ടുകേൾവി അനുസരിച്ചും പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഉറപ്പിക്കുന്നതിന് വേണ്ടി 7 ദിവസക്കാലം ഉപകരിച്ചു. എന്നിട്ട് 7ാമത്തെ ദിവസം ശരീരത്തോട് വിട പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ശരീരമല്ല എന്ന് ഉറപ്പിച്ചിട്ട് പോയി, ഇനി ശരീരത്തിൻ്റെ ആവശ്യകതയില്ല എന്ന് വ്യക്തമായി ധരിച്ച ബോധതലത്തിലിരുന്നു. അല്ലാതെ എങ്ങോട്ടും പോകണമില്ല, വന്നുമില്ല. ഇതൊക്കെ വെറുതെ തോന്നലുകളാണ്. എങ്ങോട്ടാണ് പോവുക? അപ്പോൾ പോകുന്ന ഈ സ്പേസിലേക്കല്ലാതെ
അനന്തമായിട്ടുള്ള ഈ സ്പേസിലേക്കുള്ള പോക്കല്ലാതെ മറ്റു വല്ലതുമുണ്ടോ? അതുകൊണ്ടാണ് വേദാന്തവും കൂടി ഈ പറയുന്ന പുരാണകൃതികളിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം വേദാന്തമില്ല എങ്കിൽ നമുക്ക് വാസ്തവത്തിൽ സനാതനത്വം മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മഹാകാശം എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ഈ മഹാകാശത്തിലെ ഘടാകാശത്തെ ചിത്രീകരിച്ചുകൊണ്ട് ശരീരം കൊണ്ടുണ്ടായ ആ ആകാശത്തെ അല്ലെങ്കിൽ ജീവാത്മാവിനെ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കാൻ വേദാന്തം ശ്രമിക്കുന്നത്. അപ്പോൾ വേദാന്ത ഭാഷയിൽ മഹാകാശത്തിൽ കുടികൊള്ളുന്ന ആ ചൈതന്യം, ജഡമെന്നും ചൈതന്യമെന്നും രണ്ട് ഭാഗങ്ങളാണല്ലോ. അപ്പോൾ അതിൽ ചൈതന്യമെന്ന് പറയുന്ന മഹത്തായിരിക്കുന്ന ആകാശമായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഒരു കുടം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചപ്പോൾ കുടത്തിൻ്റെ അകത്ത് പെട്ടത് ഘടാകാശവും അതിൻ്റെ പുറത്ത് കിടക്കുന്നത് ഈ മഹാകാശവും എന്നുള്ള രീതിയിൽ ഒരു ശരീരം ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന മഠാകാശം ഘടാകാശം എന്നെല്ലാം പറയുന്ന രീതിയിൽ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരാകാശം ജീവാത്മാവ്, അത് കഴിഞ്ഞ് ബൃഹത്തായിരിക്കുന്ന ഏതൊരു ജീവാത്മാവാണോ മറ്റൊരു ആത്മസ്വരൂപം ആയിരിക്കുന്ന അവസ്ഥയുടെ ഘടകം അതിങ്ങനെ പുറത്ത് വളരെ വിസ്താരമാകുന്ന രീതിയിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട്, അത് മഹാകാശം. അപ്പോൾ സനാതനത്വം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരറിവിൻ്റെ പേരാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത് നാം നമ്മുടെ അറിവാണല്ലോ, നാം നമ്മുടെ ശരീരമല്ലല്ലോ, അത് സനാതനമാണ്. അപ്പോൾ സനാതനധർമ്മത്തിന് വിരുദ്ധമായിട്ടൊന്നും ഗുരുദേവൻ പറഞ്ഞിട്ടില്ല, അത് ഇങ്ങനെ ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജാതി മതം എന്നുള്ള ചിന്ത തെറ്റാണെന്ന് കൂടി കൂട്ടി പറയുന്നുണ്ടില്ലേ. നാം നമ്മുടെ ശരീരം അല്ലല്ലോ സനാതനത്വം, നാം നമ്മുടെ അറിവാകുന്നു സനാതനം. അപ്പോൾ സനാതനമായിരിക്കുന്ന ഈ കാര്യത്തിലേക്ക് വന്നിട്ട് ഒടുവിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തത് എന്താ? നാം നമ്മുടെ ശരീരമല്ലല്ലോ, നാം അറിവാകുന്നു, നമുക്ക് ജാതിയില്ല. അപ്പോൾ ഇപ്പോൾ കൂട്ടിക്കുഴച്ച് ഗുരുദേവനെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഗുരുദേവൻ ചാതുർവർണ്ണയത്തിൻ്റെ പിന്നാലെ പോയി എന്നെല്ലാം പറയുന്നത് അല്പമതികളായ ബുദ്ധിയില്ലാത്ത ചില ആൾക്കാരിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഗതികൾ, അതിനെയെല്ലാം തന്നെ നിരാകരിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താ? സനാതനത്വം എന്ന് പറഞ്ഞാൽ ജാതിയില്ലാത്ത അവസ്ഥ, മതമില്ലാത്ത അവസ്ഥ. അങ്ങനെ ജാതിഭേദവും മതദ്വേഷവും ഇല്ലാത്തൊരു അവസ്ഥയിൽ ശരീരബോധം പോലും ശരീരമല്ല ഞാനെന്നിങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് അറിവാകുന്നു ഞാനെന്ന് പറയുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആത്മഭാവത്തിൻ്റെ ശക്തമായിരിക്കുന്നൊരു പ്രഭാവം, അതാണ് സനാതനത്വം. മരണമില്ലാത്തതാണ്. അപ്പോൾ ജനിക്കാത്തതും മരിക്കാത്തതും ഒരിക്കലും നശിക്കാനിടയില്ലാത്തതുമായിട്ടുള്ള ആത്മതത്വം, ആ ആത്മതത്വത്തെ പ്രകീർത്തിക്കുന്ന ആ ധർമ്മത്തെ നമ്മൾ സനാതനധർമ്മം എന്ന് പറഞ്ഞു. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത. ഇവിടെ ഈ ഭാരതീയ ഋഷീശ്വരന്മാർ പല തട്ടിൽ കിടന്നുകൊണ്ട് പല സംസ്കാരങ്ങളിങ്ങനെ നമുക്ക് വാർത്തെടുത്ത് വന്നപ്പോൾ അവയെല്ലാം തന്നെ ഓരോരോ തലത്തിൽ ഇങ്ങനെ പോയിട്ട് അവസാനം ഒരു സമന്വയം സാധിച്ചുകൊണ്ട് ഒടുവിൽ നമ്മൾ എത്തിയ വേദാന്ത മതത്തെ തന്നെ ആശ്ലേഷിക്കണം. വേദങ്ങളെല്ലാം തന്നെ വാസ്തവത്തിൽ ത്രിഗുണം, 3 ഗുണങ്ങളോട് ബന്ധപ്പെട്ടതാണ് എന്ന് കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ത്രൈഗുണ്യ വിഷയവേദ. അപ്പോൾ ഈ 3 ഗുണങ്ങളോട് ബന്ധപ്പെട്ടത് അതിന് ഗുണമുണ്ടാവും. എന്താ ഗുണം? ചുവപ്പിൻ്റെ ഗുണം കാണിക്കും, വെളുപ്പിൻ്റെ ഗുണം കാണിക്കും, കറുപ്പിൻ്റെ ഗുണം കാണിക്കും. അപ്പോൾ ഈ 3 ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ആ വേദമാർഗമെല്ലാം തന്നെ വൈദിക ക്രിയകളെല്ലാം തന്നെ മാറ്റിയിട്ട് ഈ പറയുന്ന അർജുനന് പോലും പറയുന്നത് എന്തെന്ന് നിസ്ത്രൈഗുണ്യോ ഭവാർജുനാന്ന്, ഇതിലതീതമാകാനാണ് പറയുന്നത്. ഇതെല്ലാം പറഞ്ഞ് കേട്ടിട്ടുള്ള ഈ പറയുന്ന സാക്ഷാൽ ഈ അർജുനൻ മധ്യമവേണ്ടവൻ കൊല്ലാൻ തുനിഞ്ഞു കൊന്നു, അനേകായിരങ്ങളെ ഇങ്ങനെ അസ്ത്രങ്ങളെ കൊണ്ട് കൊന്നു. അവിടെയെല്ലാം തന്നെ കൊന്നത് ഈ പറയുന്ന ശരീരത്തിൽ നിന്ന് ആത്മഭാവത്തെ വിടുതൽ കൊടുത്ത രീതിയാണ് എന്നുള്ള മട്ടിലാണ് അവിടെ സനാതനത്വം. ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് പുഞ്ചിരിച്ച് ഈ പറയുന്ന തേർത്തട്ടിൽ ഇരുന്നു കൊണ്ട് സാരഥിയായിട്ട് വർത്തിക്കുന്ന ഭഗവാൻ പറഞ്ഞു കൊടുത്ത ഗീത അതിൽ അന്തർഭവിച്ചിരിക്കുന്ന കാര്യമാണ് സനാതന ഭാവത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ആരും ആരെയും കൊല്ലുന്നില്ല എന്ന്. ഇത് കൊല്ലാനുള്ള ഒരു സാങ്ഷനൊന്നുമല്ല, ഒരു മുൻകൂർ ജാമ്യമൊന്നുമല്ല. നിങ്ങൾ ആരും വേണമെങ്കിലും കൊന്നോ, കാരണം കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകുന്നില്ല, ആരും ആരെയും കൊല്ലുന്നില്ല. അപ്പോൾ ആരും ആരെയും കൊല്ലുന്നില്ല. ആത്മാവിൻ്റെ ഭാവമായതുകൊണ്ട് എനിക്ക് കൊല്ലാനും കഴിയില്ല, ആത്മാവിൻ്റെ ഭാവമായതുകൊണ്ട് ഞാൻ കൊല്ലപ്പെടുന്നുമില്ല എന്നെല്ലാം ഉള്ള മഹാകാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോൾ ഇതെല്ലാം തന്നെ വൃത്തികെട്ട മലീമസമായിരിക്കുന്ന ഭൗതിക തലത്തിലെ എല്ലാത്തരം അരുതാത്ത ചെയ്തികളും ചെയ്യാനുള്ളൊരു ലൈസൻസൊന്നും അല്ല. അപ്പോൾ അതാ ചിന്തിക്കാനുള്ളത്. അപ്പോൾ എന്താണ് വാസ്തവത്തിൽ ഇത്? ആത്മഭാവത്തിൽ ഇരുന്നു കൊണ്ട് ഏതൊരു വ്യക്തിയാണോ ശരീരത്തെ ത്യജിക്കുന്നത് അയാൾ വാസ്തവത്തിൽ മുക്തനാകുന്നു എന്ന്. സന്ദർഭവശാൽ ഒരു കാര്യവും കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ഇടയിൽ ഈ സനാതനധർമ്മികളെന്ന് പറയുന്നവരുടെ ഇടയിൽ ശാക്തേയ സമ്പ്രദായക്കാരുണ്ടായില്ലേ, ഈ കാപാലിക മതക്കാരുണ്ടായില്ലേ, അവരെല്ലാവരും തന്നെ മൃഗങ്ങളെയും മറ്റും ഇങ്ങനെ നരബലിയും പോലും അതെല്ലാം തന്നെ നടത്തിയിരുന്ന കൂട്ടർ അവർ വാസ്തവത്തിൽ ഈ കൊലപാതകം നടത്തിയിരുന്നത് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അർജുനനോട് കൊന്നോളാൻ പറഞ്ഞപ്പോൾ. അപ്പോൾ അവിടെയും വാസ്തവത്തിൽ ആ കൊലയാണോ? ഇവിടെയാണ് ധർമ്മത്തിൻ്റെ ഒരു പ്രത്യേക നിർവചനം വേണം.
ഒരു പട്ടാളക്കാരൻ ശത്രുവായിരിക്കുന്ന എതിർ പട്ടാളത്തിൽപ്പെട്ട അല്ലെങ്കിൽ എതിർ സേനയിൽപ്പെട്ട ഒരു വ്യക്തിയെ വെടിവെച്ച് കൊല്ലുന്നു എങ്കിൽ ധർമ്മമാണ്, അത് കൊലയല്ല. അതുപോലെയല്ല മറ്റ് സാധാരണക്കാരൻ നടത്തുന്ന കൊല. അതുപോലെ തന്നെ ആപേക്ഷികമായിട്ടും ഓരോരോ സന്ദർഭങ്ങളിലും ഓരോരോ ധർമ്മം. അപ്പോൾ അതേ രീതിയിൽ ധർമ്മം എന്ന് പറയുന്ന ഈ ശാക്തേയ സമ്പ്രദായത്തിൽ ബലി എന്ന് പറയുന്നത് അതെങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഒന്നുകൂടി കടന്ന് ചിന്തിക്കാം. ആ വിഷയം മാത്രം ഇന്ന് ചിന്തിച്ചാൽ മതി. കാരണം ഈ പറയുന്ന നിരപരാധികളായിട്ടുള്ള മൃഗങ്ങളെ കൊല ചെയ്യുന്നത് അരുത് എന്ന് പറയുന്ന അഹിംസയാണ് ഏറ്റവും ശ്രദ്ധേയം. നേരെ മറിച്ച് നമ്മുടെ ശരീരാന്തർഗതമായിട്ടുള്ള ജീവനെ നമുക്ക് ബലിയർപ്പിക്കാം. അത് ശരീരം ആത്മഹത്യ ചെയ്തുകൊണ്ടൊന്നുമല്ല, അല്ലാത്ത രീതിയിൽ നമുക്ക് അർപ്പിക്കാം, സമർപ്പിക്കാം. അത് ബലിയർപ്പണമാണ്. അത്തരത്തിൽ ബലി അർപ്പണം തർപ്പണം എന്ന് പറയുന്ന രീതി ഒരുവന് ചെയ്യാൻ കഴിവുള്ളത് അവനവൻ്റെ ആത്മ, അവനവൻ്റെ ജീവൻ, അവനവൻ്റേതായിട്ടുള്ള കാര്യമാണ്. ഇത് വിട്ടിട്ട് നിരപരാധികളായിട്ടുള്ള മറ്റ് ജീവികളെയെല്ലാം തന്നെ കൊന്നിട്ട് അങ്ങനെ ഈശ്വരപ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി അതിൽ അന്തർഭവിച്ചിരിക്കുന്ന കാര്യം ഇതല്ല. അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമാകുമെന്നറിയില്ല. നിങ്ങൾ ആത്മതലത്തിലേക്ക് എത്തിയിട്ട് നടക്കില്ല. അപ്പോൾ ഈ ആത്മതലത്തിലേക്ക് എത്തിയിട്ട് നിങ്ങൾ ഒരു കൊല നടത്തുന്നു, ഒരു കോഴിയെ പിടിച്ച് കഴുത്തറക്കുന്നു. അങ്ങനെ കഴുത്തറക്കുന്ന വ്യക്തി ആത്മഭാവത്തിലിരുന്നു കൊണ്ട് ഞാൻ ഈ ആത്മാവിനെ അല്ലെങ്കിൽ ജീവനെ, കോഴിയുടെ ജീവനെ കൊല്ലുന്നില്ല എന്നുള്ള മട്ടിൽ ഏതെങ്കിലും ബലി നടക്കുന്നുണ്ടോ? ഇല്ല. കോഴി ഇറച്ചി വെച്ച് മുഴുങ്ങിത്തിന്നാൻ വേണ്ടിയിട്ടൊരു കോഴിയെ ബലിയർപ്പിക്കുന്ന രീതിയിലാണെന്ന് ശാക്തേയമെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും പ്രാകൃതമായിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ എന്ത് അതിനകത്ത് ആധ്യാത്മികത? അപ്പോൾ ആധ്യാത്മികത തുളുമ്പി കേൾക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു ബലി വരണമെങ്കിൽ നാം ആ ഭാവത്തിലെത്തണം, ആത്മഭാവം. അപ്പോൾ ആത്മഭാവത്തിലേക്ക് എത്തിയിട്ടുള്ള പ്രവൃത്തിയാണെങ്കിൽ നമുക്ക് പറയാം അത് കൊലയല്ല. അങ്ങനെ കൊലയല്ലാത്ത രീതിയിലേക്ക് വരണമെങ്കിൽ നമ്മൾക്ക് കിട്ടേണ്ടതായിരിക്കുന്ന ആത്മഭാവം കിട്ടിയിട്ട് ശരീരത്തിൽ തേച്ചാൽ അത് മുക്തി. നമ്മുടെ പ്രവൃത്തികളെല്ലാം തന്നെ അത്തരത്തിലായിരിക്കണം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോരോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെല്ലാം തന്നെ ഇത്തരത്തിൽ ഞാൻ കർത്താവല്ല ഭോക്താവല്ല എന്നുള്ള ആ ഭാഗത്തേക്ക് നിസ്സനാഥനെത്തും. അപ്പോൾ ആർഷസംസ്കാരത്തിൻ്റെ കൈമുതലായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ വിസ്മരിക്കാൻ പാടില്ല. അപ്പോൾ ഇന്ന് നടമാടുന്ന എല്ലാ തരത്തിലുള്ള ഇപ്പം ആടിൽ ബലി കഴിക്കുന്നു, കോഴിയെ ബലി കഴിക്കുന്നു, എന്നിട്ട് ചോരയെല്ലാം തന്നെ ഇങ്ങനെ ഒഴുക്കുന്നു, ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ തെറ്റ്. എന്താ കാരണം? അവിടെയെല്ലാം തന്നെ ആത്മഭാവത്തെ ആർജിക്കാതെ പ്രാകൃതമായിരിക്കുന്ന കൊലപാതകം നടത്തുക. പിന്നെ എന്തെന്ന് അതിനകത്ത് ആത്മീയത? അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് എനിക്ക് ഭൗതിക തലത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളൊന്നും അല്ല. അതൊക്കെ ഭൗതിക തലത്തിലെ ഓരോരോ കാര്യങ്ങൾ സ്വാർത്ഥത മുറ്റി നിൽക്കുന്നതാണ്. അപ്പോൾ എല്ലാ തരത്തിലും നിസ്വാർത്ഥമായിട്ടുള്ളൊരു സംഗതി ചെയ്യണമെങ്കിൽ നമ്മൾ ആത്മഭാവത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യണം. അതാണ് മുക്തി. ആത്മഭാവത്തിൽ ഇരുന്നു കൊണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കിത് മനസ്സിലായ പോലും മനസ്സിലാക്കാൻ കൂട്ടാക്കാത്ത രീതിയിലാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു 10-35 വർഷക്കാലം ഏതെങ്കിലും ഒരു ജോലിയിൽ നിങ്ങൾ വ്യാപൃതനായാൽ പോലും ആ ജോലി നിങ്ങൾ നിസ്വാർത്ഥമായി ചെയ്തു കഴിഞ്ഞാൽ ആത്മഭാവം ആർജിക്കാം. മറ്റ് രീതിയിൽ കൂടുതൽ കൊള്ളയടിച്ച് നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അത് ഭൗതികമായി. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ജോലി ഒരാത്മാർത്ഥമായിട്ട് ചെയ്യുന്ന പക്ഷം, അവിടെയാണ് ആത്മാർത്ഥം. ഈ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന പക്ഷം വ്യക്തമായിട്ടും ജോലി ചെയ്തു തീർക്കും. അല്ലാതെ കൂലിക്ക് വേണ്ടി തമ്മിൽ തല്ലി തലകേറി അതിൻ്റേതായിട്ടുള്ള ഈ ഇൻക്രിമെൻറ്റിനെല്ലാം തന്നെ വേണ്ടിയിട്ട് കേസും കുട്ടീശ്വരമായിട്ട് അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ കൈക്കൂലി വാങ്ങിയോ അതുപോലെ ഓരോരോ കാര്യം ചെയ്യും നമ്മൾ പ്രവർത്തിക്കില്ല. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നിഷ്കാമമാകുക, നിസ്വാർത്ഥമാകുക. ശാരീരികമായിട്ടുള്ളൊരു ബാധ അല്ലെങ്കിൽ ബോധം അതിനകത്തേക്ക് കടന്നു വരാതിരുന്നാൽ തന്നെ നമ്മൾ ആധ്യാത്മിക തലത്തിലേക്കായി. വളരെ ശക്തമായിട്ടുള്ളൊരു വിഷയമാണിത്. നമ്മൾ മുക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കിട്ടും എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടാൻ പോകില്ല. അപ്പോൾ എല്ലാ തരത്തിലും മുക്തി എന്ന് പറയുന്നൊരവസ്ഥ നമ്മൾ ആർജിക്കാനാണ് പരീക്ഷത്തിനെ പോലെ ശ്രമിക്കുന്നതെങ്കിൽ അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ ഉറ്റുനോക്കിയാൽ മതി. ഇനി കൊടുക്കാൻ പറ്റുമെന്ന്. ഈ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കൊടുക്കാൻ ശക്തനാണെങ്കിൽ കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ വിശ്വാമിത്രനെ കോട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അച്ഛൻ്റെ മകനാണെന്നുള്ള അവകാശം മാത്രം പോരാ, എനിക്ക് കൊടുക്കാനുള്ള സാധനാബലം അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഉപാസനാ വൈഭവം എനിക്കുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് മോചനം കൊടുക്കാൻ കഴിയും. എങ്ങനെയുള്ള ആത്മഭാവത്തിന്? ഒരിക്കലും ഈ പറയുന്ന സ്വതന്ത്രമാകാത്ത സ്വസ്ഥമാകാത്ത ഒരാത്മഭാവത്തിന്. അപ്പോൾ ഇവിടെയും കടന്നുകൂടിയിരിക്കുന്നത് നോക്കൂ, ആത്മാവ് സ്വതന്ത്രനാണ്, ആത്മാവ് സ്വസ്ഥമാണ്, പക്ഷെ അസ്വസ്ഥമായി പോയി, അസ്വതന്ത്രമായി പോയി. എങ്ങനെ? ഈ ആത്മാവിനെ പിടിച്ചുകൊണ്ട് ജീവാത്മഭാവത്തിൽ നമ്മൾ ശരീരത്തിൽ കുടിയിരുത്തി അല്ലെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ വ്യാപിച്ചിരിക്കുന്ന ബൃഹത്തായിരിക്കുന്ന ആത്മഭാവത്തെ, സമഗ്രമായിരിക്കുന്ന ഈശ്വരഭാവത്തെ, അതിൻ്റെ ചെറുതായിട്ടുള്ളൊരു ഭാഗത്തെ ശരീരത്തിലെടുത്തിട്ട് അതിനെ ഏറ്റവും വഷളാക്കിക്കൊണ്ട് വികൃതമാക്കിക്കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെ മുക്തി? ഒരിക്കലുമില്ല.
നമ്മൾ കർമ്മങ്ങൾ കൊണ്ട് മുക്തി കിട്ടാമെന്ന് പറയുന്നത് ഭാഗവത ഭാഷയിൽ വെറും വ്യാമോഹമാണ്. അച്ഛനെ പിടിച്ച് ആവാഹിച്ച് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നെല്ലാം തന്നെ പറയുമ്പോഴും അത് വെറും വിചാരമാണ്, അല്ലെങ്കിൽ വെറും തോന്നലാണ്. അതെല്ലാം തന്നെ വാസ്തവത്തിൽ ഭാഗവതത്തിന് അന്യമാണ്. അപ്പോൾ ഭാഗവത ഭാഷയിൽ എന്തു വേണം? ബോധതലത്തെ ഉണർത്തിയിരിക്കണം, ബോധവൽക്കരണം. അപ്പോൾ ഈ ഭാഗവതത്തിൻ്റെ പ്രത്യേകത ബോധവൽക്കരണമാണ്. ഒന്ന്, ഞാൻ കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്, ഏതൊരു ഭാവമാണോ ഞാൻ എന്ന് പറയുന്നത്, അതിനെ ചതുശ്ലോകി എന്ന് പറയുന്ന ദ്വിതീയ സ്കന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 9-ാമത്തെ അധ്യായത്തിലെ 30 മുതലുള്ള ശ്ലോകങ്ങൾ പരിശോധിച്ചാൽ, ജ്ഞാനം പരമഗുഹ്യം മേ യത് വിജ്ഞാനസമന്വിതം സരഹസ്യം തതംഗം ച ഗ്രഹാണമതിതം മയ. നാരായണൻ തൻ്റെ നാഭീപത്മത്തിൽ ജനിച്ച ബ്രഹ്മാവിനോട് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ്. അതെല്ലാം കഥാഗോളങ്ങളും കഥാപാത്രങ്ങളും, ഒരു വക്താവും ഒരു ശ്രോതാവും. ജ്ഞാനം പരമഗുഹ്യം മേ യത് വിജ്ഞാനസമന്വിതം സരഹസ്യം തതംഗം ച ഗ്രഹാണ മതിതം മയ. ഈ പറയുന്ന ഒരു അനുഗ്രഹം ആദ്യം കൊടുക്കുകയാണ് മകന്. അച്ഛൻ നാരായണൻ, മകൻ ബ്രഹ്മാവ്. അച്ഛൻ നാരായണൻ ഇങ്ങനെ മലന്നടിച്ച്, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ യോഗനിദ്രയിൽ പാലാഴിയിൽ നാഭിയിൽ നിന്ന് ഒരു താമരപ്പൂ മുളയ്ക്കുന്നു. എന്നിട്ട് ആ സമുദ്രത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് വളർന്നൊരു താമരപ്പൂ വിടരുന്നു. അതിലുണ്ടാകുന്നു അജൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രഹ്മാവ്. ആ ബ്രഹ്മാവാണിത് വാസ്തവത്തിൽ ഗ്രഹിക്കുന്നത്. എന്ത്? ചതുശ്ലോകി, ഭാഗവതത്തിൻ്റെ ക്രക്സ് എന്ന് പറയാം. അപ്പോൾ ഭാഗവതത്തിൻ്റെ അന്തസത്ത മുഴുവൻ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന ആ ചതുശ്ലോകിയിൽ എത്രയും ഗുഹ്യം എൻ ശാസ്ത്രം. ഇവിടെയെല്ലാം തന്നെ അടിവരയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പോൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഭാഗവതം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ലോകമെമ്പാടും ഇങ്ങനെ വായിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, സപ്താഹങ്ങൾ നടക്കുന്നുണ്ട്, സത്രങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത് എത്തുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. എത്രയും ഗുഹ്യം എൻ ശാസ്ത്രം, എൻ്റെ ശാസ്ത്രം. നമ്മൾ എൻ്റെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഞാൻ പലവട്ടം ആവർത്തിച്ച് ആഗ്രഹിക്കുന്നതും നമ്മൾ വാസ്തവത്തിൽ എല്ലാവരും ഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇത് മാത്രമാണ്, എൻ്റെ ശാസ്ത്രം. അപ്പോൾ എൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ സമഷ്ടി തലത്തിലുമുണ്ട്, ഞാൻ വ്യക്തിതലത്തിലുമുണ്ട്. ഞാൻ വ്യഷ്ടിഗത ജീവനുമാണ്, സമഷ്ടി എന്ന് പറയുന്ന പരമാത്മാവുമാണ്. അപ്പോൾ ഈ പറയുന്ന പരമാത്മാവ് തൻ്റെ പ്രതിബിംബമാണ് ഈ ജീവാത്മാവെന്നെല്ലാം തന്നെ ഹനുമാനോട് പറഞ്ഞു കൊടുക്കുന്ന അതേ സ്ഥിതി വിശേഷം നമ്മളെല്ലാവരും തന്നെ ഉൾക്കൊള്ളണം. അപ്പോൾ ഞാനെന്ന് പറയുന്നത് അതിൻ്റെ തലങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ ശരീരത്തിൽ ഇങ്ങനെ കടന്നുകൂടിയിട്ട് ചെറിയൊരു ഭാവം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് സങ്കുചിതം, വളരെയേറെ സങ്കുചിതമായിട്ടുള്ള ചിന്താഗതി വച്ചു പുലർത്തിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് ആ അഹം എന്നുള്ളതിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവിടെ ഉണ്ടാകുന്ന അഹംഭാവം, അഹങ്കാരം. ഈ ശരീരമുള്ളത് കൊണ്ടാണ് ഇതെല്ലാം തന്നെ, ഞാനതാണ്, ഇതാണ്, കേമനാണ്, വെളുത്താണ്, കറുത്തതാണെന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാനെന്ന് പറയുന്നൊരു ഭാവത്തെ ജനിപ്പിക്കുന്ന ആ അഹം അല്ല ഇവിടുത്തെ എൻ്റെ ഗുഹ്യമായിട്ടുള്ള ശാസ്ത്രം. എൻ്റെ അവിടെയെല്ലാം തന്നെ നമ്മൾ രണ്ടായിട്ട് നിന്നുകൊണ്ട് ചിന്തിക്കുന്നതാണ് അപകടം. നാരായണൻ വരുന്നു, നാരായണൻ പ്രത്യക്ഷപ്പെടുന്നു. അവിടെ താമരപ്പൂവിലിരിക്കുന്ന ബ്രഹ്മാവനോട് പറയുന്നു, കേട്ടോ എൻ്റെ ഈ പറയുന്ന ശാസ്ത്രം പറഞ്ഞുതരാം, എൻ്റെ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ നാരായണൻ എന്ന് പറയുന്ന ഈശ്വരനെ മാറ്റി നിർത്തി നാരത്തിൽ അയനം ചെയ്യുന്ന നാരായണനെ, വെള്ളത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് സർവ്വരക്ഷാകരമായിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന ആത്മഭാവത്തെ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിശ്വഭാവത്തെ, വിശ്വം വിഷ്ണു വഷട്കാരനായിരിക്കുന്ന ഭഗവാനെ. അപ്പോൾ എല്ലാ തരത്തിലും എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം എൻ്റെ ശാസ്ത്രം എന്ന് പറയുന്ന അല്ലയോ ബ്രഹ്മാവെ നീയും ഞാനാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ. അത് പഠിക്കണ്ടേ? എത്രയും ഗുഹ്യം എൻ ശാസ്ത്രം അനുഭൂതിയും അവിധം ഭക്തിയും തത് സാധനവും എന്നാലും കേട്ടുകൊള്ളുക നീ. അപ്പോൾ എന്നെപ്പറ്റി പറയാൻ പോവാണ്. എൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിയാണ്. ആ ഹിസ്റ്റോറി എന്ന് പറയുന്നത് മാറ്റിയിട്ട് മിസ്റ്ററി ആക്കുക, മൈ സ്റ്റോറി. അപ്പോൾ ഹിസ്റ്റോറി എന്ന് പറയുന്ന അവൻ്റെ സ്റ്റോറി, അത് അവൻ മൈ സ്റ്റോറിയായി വരുമ്പോൾ അവൻ മിസ്റ്ററിയായി. ഈ മിസ്റ്ററി അല്ലെങ്കിൽ അത്ഭുതകരമായിരിക്കുന്ന ഒരു അവസ്ഥ പഠിക്കാൻ നമ്മൾ കൂട്ടാക്കുന്നില്ല. അവൻ്റെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ബൈബിൾ പഠിക്കുന്നവർക്ക് ഈ അപകടം പറ്റുന്നുണ്ട്. കാരണം ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതോ അത്തരത്തിൽ മനസ്സിലാക്കുന്ന ക്രിസ്തു എന്ന് പറയുന്നത് നമ്മളെല്ലാവരുമാണ്. അത്തരത്തിലൊരു കോൺഷ്യസ്നെസ്സാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അഖണ്ഡമായിരിക്കുന്ന ഒരു അവബോധമാണ്. അല്ലാതെ ഒരു വ്യക്തി അങ്ങനെ കുരിശിൽ കിടന്ന് മരിക്കാൻ വേണ്ടിയിട്ട് ജനിച്ചു, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓശാന പാടിക്കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ജയ് വിളിച്ചുകൊണ്ട് നടക്കുക, അതെല്ലാം തന്നെ ഹിന്ദുക്കൾ എല്ലാ മതക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന അപകടമാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഞാനെന്ന് പറയുന്നത് സമഷ്ടി ആയിട്ടുള്ള ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര തത്വം തന്നെയാണ് ഈ ഞാൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യയാണ് രഹസ്യമായിട്ട് പറഞ്ഞത്, ഗുഹ്യമായിട്ടുള്ള ശാസ്ത്രമായിട്ട് പറഞ്ഞത്. ഒന്നാലോചിച്ച് നോക്കൂ. നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ, നമ്മൾ എന്നെ പറ്റിയുള്ളൊരു അന്വേഷണം നടത്തിയാൽ എവിടെ ചെന്ന് നിൽക്കും? അത്
എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരും ചെയ്യുന്നില്ല. എങ്കിൽ തന്നെ എന്നെ ഒന്ന് മനസ്സിലാക്കണമെന്നുള്ള രീതിയിൽ നമ്മൾ പരിശോധിക്കാൻ പോയാൽ ശരീരശാസ്ത്രം പഠിച്ചുകൊണ്ടോ മാനസിക ശാസ്ത്രം അല്ലെങ്കിൽ സൈക്കോളജി പഠിച്ചുകൊണ്ടോ നമുക്കൊരു പരിധിവരെ ഏതാണ്ടൊക്കെ കാട്ടിക്കൂട്ടാം എന്നുള്ളതിൽ കവിഞ്ഞ് ഒന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഞാനെന്ന് പറയുന്ന ആത്മഭാവത്തെ, ഞാനെന്ന് പറയുന്ന ജീവഭാവത്തെ, എന്നിട്ട് ജീവേശ്വരഭാവത്തെ, അപ്പോൾ ജീവൻ ഈശ്വരനാണെന്നുള്ള ഭാവത്തെ അത് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജീവോ ബ്രഹ്മൈവനാപര എന്ന ആചാര്യസ്വാമികൾ പാടിയത് അതുകൊണ്ടാണ്. അതൊന്ന് കണക്ട് ചെയ്യുക. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര. അപ്പോൾ ഈ ബ്രഹ്മസത്യം, ഈ ബൃഹത്തായിരിക്കുന്ന ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരത്വത്തെപ്പറ്റി പ്രതിപാദിച്ച സത്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടു കിടക്കുന്ന ജീവൻ, അഥവാ ഈ ശരീരം അന്തർഗതമായിട്ട് നമ്മൾ കരുതുന്ന ജീവൻ, ആ ജീവൻ വ്യക്തിഗതമായിട്ടുള്ള ജീവൻ എന്താ? ജീവോ ബ്രഹ്മൈവനാപര, അത് ബ്രഹ്മ. ഈ ഭാവത്തിലേക്ക് വരാത്തത് കൊണ്ടാണ് ചതുശ്ലോകി വേണ്ട രീതിയിൽ പഠിക്കാൻ കഴിയാത്തത്. എന്നിട്ട് നമ്മൾ പ്രസംഗിച്ചുകൊണ്ട് ചതുശ്ലോകി ഗംഭീരമുണ്ടില്ല, എന്താ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്ന 4 ശ്ലോകങ്ങളിൽ ഭാഗവതത്തെ മുഴുവൻ ഇങ്ങനെ ഉറപ്പിച്ചൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ അതിനെല്ലാം തന്നെ അടക്കി ഒതുക്കി വെച്ചിരിക്കുകയെന്നൊക്കെ പറയും. പക്ഷെ അതിലടങ്ങിയിരിക്കുന്ന ബൃഹദ്ഭാവം അല്ലെങ്കിൽ ആത്മഭാവം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ 2ാമത്തെ ശ്ലോകത്തിൽ ഒരു അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. യാവാനഹം യഥാഭാവോ യദ്രൂപഗുണകർമ്മക തഥൈവ തത്വവിജ്ഞാനമസ്തുതേ മതനുഗ്രഹാത്. നിനക്ക് ഈ എന്നെപ്പറ്റി ഒന്ന് മനസ്സിലാക്കണ്ടേ? അവിടെയെല്ലാം എന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അവനവനിലേക്ക് ഇറങ്ങുക. യാവാനഹം യഥാഭാവോ യദ്രൂപഗണ കർമ്മക തഥൈവ തത്വവിജ്ഞാനമസ്തുതേ മതനുഗ്രഹാത്. ഞാൻ ആര്? അവിടെയാണ് ഹുവാമൈ. ഞാൻ ആര്, എൻ സത്ത എന്ത്, അല്ലെ മോട്ടാമൈ എന്നെല്ലാം. എന്തൻ രൂപം, എനിക്ക് വല്ല രൂപമുണ്ടോ എങ്കിൽ അതെന്താ? കർമ്മം ഗുണങ്ങളും എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആ ജ്ഞാനം, ആ അറിവ് എൻ കാരുണ്യത്താൽ ഉണ്ടാവട്ടെ നിനക്ക് അജ, എൻ്റെ അനുഗ്രഹം കൊണ്ട് നിനക്കുണ്ടാകട്ടെ എന്ന്. ഇവിടെ രണ്ടായിട്ടല്ലാത്ത ഒന്നിച്ചു കേൾക്കുന്ന ഈശ്വരഭാവത്തെ കണ്ടില്ല എങ്കിൽ അവിടെ അപകടമാണ്. മാറി നിൽക്കുന്ന നാരായണനെയും അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന നാരായണനെയും കണ്ടുകൊണ്ട് നരനാരായണന്മാർ രണ്ടായിട്ടിരുന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? ദ്വൈതം. അപ്പോൾ വിഭ്രാന്തി ജനിപ്പിക്കാനും ഭ്രാന്തിയായിട്ടുള്ള അവസ്ഥ പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ സൃഷ്ടിക്കാനും വേണ്ടി മാത്രമേ അത് ഉതകൂ. അത് വിട്ടിട്ട് രണ്ടും ഒന്നായി തീരണം. നാരായണൻ വന്നു, ഇവിടെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള സൃഷ്ടികർത്താവും അവർ രണ്ടുപേരും കൂടി പരസ്പരാഭിമുഖരായി എന്നിട്ട് അങ്ങനെ നിന്നുകൊണ്ട് അങ്ങനെ ഇഴുകിച്ചേരാൻ പോവുക. അങ്ങനെ ഇഴുകിച്ചേരുന്ന രണ്ടും ഒന്നാകുന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് ഈശ്വരതത്വം. രണ്ടും രണ്ടായിട്ട് നിൽക്കുമ്പോൾ ഈശ്വരതത്വമൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ അങ്ങനെ ഇഴുകിച്ചേരാൻ പോകുമ്പോഴാണ് അനുഗ്രഹം കൊടുക്കുക. നമുക്കൊന്ന് ഏതായാലും എന്നെ കണ്ടുപിടിക്കാം, ഞാൻ ആരാണ്, എൻ്റെ സത്ത എന്താണ്, എൻ്റെ കർമ്മം എന്താണ്, അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള തത്വം എന്താണ്, ഇതെല്ലാം തന്നെ ഒന്ന് പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി കൈകാര്യം ചെയ്യുന്നൊരു സത്സംഗമാണ് ഇതെന്ന് ചുരുക്കം. സത്സംഗം, സത്ത് ഇങ്ങനെ സംഗമിക്കുന്ന രംഗമാണല്ലോ സത്സംഗം, സത്ത്. അപ്പോൾ സത്തെന്താ? ആത്മഭാവമാണ്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വ്യത്യസ്ത രൂപഭാവങ്ങളെല്ലാം തന്നെ അത് വ്യത്യസ്തമായി കാണുന്നതിന് പകരം അതിലെല്ലാം തന്നെ ഒരേ ഒരു സത്താണ്. ഏകം സത്ത് വിപ്രാബഹുത വദന്തി എന്ന് പറയുന്ന ഈശ്വരനെ ചൊല്ലി മാത്രമല്ല എല്ലാത്തിലും. അങ്ങനെ സത്തായിരിക്കുന്ന സംഗതിയെ സംബന്ധിച്ച് ഇവിടെ ചിന്തിക്കുമ്പോൾ ഒന്നേ ഉള്ളൂ, ആ സത്തിനെ പറ്റി ചിന്തിക്കണമെങ്കിൽ രണ്ടായിട്ട് കേൾക്കുന്നൊരവസ്ഥയ്ക്ക് മാറ്റം ഒന്നുകൂടി പറഞ്ഞാൽ അദ്വൈതം എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ അനുപേക്ഷണീയമായിട്ട് നമ്മൾ അനുഭവിച്ചേ മതിയാവും എല്ലാവരും. ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല. മതവും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാൻ കുറേ ആധ്യാത്മിക പ്രസംഗങ്ങളും പുസ്തകങ്ങളും ഇഷ്ടംപോലെ കോടാനുകൂടി ഗ്രന്ഥങ്ങളുണ്ട്. എന്നിട്ട് എന്താ യാതൊരു ഗുണമില്ലാത്ത ഉൾക്കൊള്ളണില്ല. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന രണ്ടും ഒന്നാകുന്ന രീതി രണ്ടായിട്ടിരിക്കാത്ത ആ രീതിയിലേക്ക് പോകാത്തതുകൊണ്ട് ഇവിടെ സനാതനത്വമില്ല. ഇന്ന് സനാതനം എന്ന് പറയുന്ന വാക്കിട്ട് ഇങ്ങനെ അമ്മാനമാടുന്നതും അതിനെ അവഹേളിക്കുന്നതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്താ ഈ പറയപ്പെടുന്നവരും പറയുന്നവരും, ഞാൻ അങ്ങനെ പറയുള്ളൂ, രണ്ടു കൂട്ടിനും വാസ്തവ സനാതനത്വം ഇല്ലാത്തവരാണ്. സനാതനത്വം ഇങ്ങനെ വെറുതെ വഴി കൂടി പോകുമ്പോൾ ഇങ്ങനെ അങ്ങാടി മരുന്നായിട്ടോ വച്ച അല്ലെങ്കിൽ പല ദ്രവ്യങ്ങളായിട്ടോ പല വ്യഞ്ജനങ്ങളായിട്ടോ കിട്ടുന്നതൊന്നല്ല. അതെല്ലാം തന്നെ വാസ്തവത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട സത്തായിരിക്കുന്നൊരു സംഗതിയാണ്, സത്യമാണ്. ഇങ്ങനെ ചതുശ്ലോകിയിലേക്ക് കിടക്കുകയാണ് ഞാൻ ആര്. അപ്പോൾ ഞാൻ ആര് എന്നുള്ള ചോദ്യത്തിന് ആദ്യം തന്നെ ഉത്തരം പറയുകയാണ് നാരായണൻ. നാരായണൻ ആര് എന്ന് വ്യക്തമായിട്ട് ധാരണ വേണം കേട്ടോ. നാരായണൻ നാരത്തിൽ വെള്ളത്തിൽ ഇങ്ങനെ അയനം ചെയ്യുന്നവൻ, നാരം മോക്ഷവല്ലികൾ, നാരം ഈശ്വരൻ അല്ലെങ്കിൽ നാരജ്ഞാനം. അപ്പോൾ അത്തരത്തിൽ നമുക്കെല്ലാവർക്കും ബോധതലം ഉണർത്തിത്തരാനുള്ള ഈശ്വരഭാവത്തെയാണ് നാരായണൻ എന്ന് പറഞ്ഞത്. അത് ഹിന്ദുവിൻ്റെ ദൈവമൊന്നുമല്ല, എല്ലാവരെയും ആ ഈശ്വരഭാവമാണ്. അപ്പോൾ അത്തരത്തിലുള്ള നാരായണനാണ് ബ്രഹ്മാവിനോട് പറയുന്നത്. അപ്പോൾ ബ്രഹ്മാവെന്ന് പറയുന്ന വ്യക്തി കേൾക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നിനക്ക് അഹങ്കാരം ഉണ്ടാകാനിടയുണ്ട്. കാരണം എന്താ? നീ സൃഷ്ടികർത്താവായതുകൊണ്ട്
നിനക്ക് കേമത്വമുണ്ട് എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നു. അങ്ങനെ ശരീരഭാവമാണ്, രജോ ഗുണമാണല്ലോ. ഈ ഗുണങ്ങളെ കൊണ്ടുള്ളൊരു കസരത്ത് ഇവിടെയും കാണാം. ഗുണങ്ങൾ, ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ. അപ്പോൾ അതേ രീതിയിൽ ബ്രഹ്മാവ് രജോ ഗുണമായതുകൊണ്ട് അഹങ്കാരം ജനിക്കാം, ശരീരമാണെന്നുള്ള ബോധത്തിലേക്ക് പോകാം. ആ ബോധം വാസൽ നമ്മളെ നശിപ്പിക്കും. അതൊരു ബാധയായിട്ട് തീരും. അതില്ലാതിരിക്കാൻ മുമ്പേ ഞാനേയുള്ളൂ, മറ്റൊന്നില്ല കാരണകാര്യമായി. പണ്ടാരമുള്ള ഞാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കൂ, സൃഷ്ടിക്ക് ശേഷവും ഞാൻ താൻ. ഇനി സൃഷ്ടിക്ക് മുമ്പ് ഞാനുണ്ട്, സൃഷ്ടി കഴിഞ്ഞാലും ഞാനല്ലാതെ മറ്റാരുമില്ല. ഞാൻ താൻ ശേഷിച്ചിടുന്നതും. ഇനി ചത്തുപോയിന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പ്രപഞ്ചത്തോട് വിട പറഞ്ഞു പോയാലും പിന്നെ അവശേഷിച്ചെടുക്കുന്ന ആരാ? ഞാനാ. ഒന്ന് എല്ലാവരും തന്നെ വാസ്തവത്തിൽ ഞാനെന്ന് പറയുന്ന ഭാവത്തിലേക്ക് ഒന്ന് കടന്നു വരിക. ഈ ഞാനെന്ന് എല്ലാവരും പറയുക, ഞാൻ. അങ്ങനെ കേട്ടിരിക്കുന്നവരെല്ലാവരും ഞാനെന്ന് പറയുമ്പോൾ ഇനി പ്രത്യേകിച്ച് വേറെ ഞാനില്ല, അല്ലെങ്കിൽ മറ്റവരാരും തന്നെ ഞാനില്ല, അവരവരാണ് പറയേണ്ടത് ഞാനെന്ന്. ഞാൻ ഫസ്റ്റ് പേഴ്സണാണ്. അപ്പോൾ ഈ പറയുന്ന ഞാനെന്ന് പറഞ്ഞ ഫസ്റ്റ് പേഴ്സൺ, അത് ഞാൻ പറയേണ്ടതാണ്. നമ്മളെല്ലാ തരത്തിലും ഈ പേഴ്സൺ പഠിക്കുന്നുണ്ടല്ലോ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഏതായാലും ഈ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന ഞാനെന്നേ പറയൂ, അല്ലാതെ വേറൊന്നും പറയില്ല. ഞാൻ മരിച്ചു എന്ന് പറയുമോ? എനിക്കങ്ങനെ ഞാൻ മരിച്ചു എന്ന് മറ്റുള്ളവരോട് പറയാൻ കഴിയും? പറയാൻ പറ്റില്ല. കാരണം എന്താ? ഞാൻ അവിടെ നിന്ന് വിട്ടുപോയി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിട്ടുപോയത് കൊണ്ട് ഞാൻ മരിച്ചു, ഇന്നലെ മരിച്ചു, എന്നിട്ട് ശവസംസ്കാരം നടന്നതൊക്കെ എനിക്ക് പറയാൻ പിന്നെ പറ്റില്ല. കാരണം എന്താ? ഞാനെന്ന് പറയുന്ന ആത്മഭാവം എൻ്റെ ശരീരത്തിൽ നിന്ന് വിടുതൽ വാങ്ങി. പിന്നെ ഞാനാരാ? അപ്പോൾ ഞാൻ ശരീരമല്ല എന്നൊരു ബോധം അവിടെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഞാനെന്ന് പറയുന്ന ആത്മതത്വം മുമ്പേ ഞാനേയുള്ളൂ, മറ്റൊന്നില്ല, കാരണകാര്യമായി സൃഷ്ടിക്ക് ശേഷവും ഞാൻ താൻ ശേഷിച്ചിടുന്നതും. അപ്പോൾ നല്ലൊരു ഉപദേശം ആദ്യത്തെ ശ്ലോകത്തിൽ കൊടുക്കുകയാണല്ലോ. ബ്രഹ്മാവേ, നീ എന്നുണ്ടായി? നിനക്ക് തോന്നുന്നുണ്ടാവും ഈ രജോ ഗുണം കൊണ്ട് നീ ബ്രഹ്മാവായിട്ട് എൻ്റെ നാഭിയിൽ നിന്നിച്ച താമരപ്പൂവിൽ നീ ഉണ്ടായി എന്ന് തോന്നുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ബ്രഹ്മാവിൻ്റെ ഒരു ലോകം അല്ലെങ്കിൽ ആയുസ്, അത് കഴിഞ്ഞാൽ വീണ്ടും വാസ്തവത്തിൽ വേറൊരു ബ്രഹ്മാവ് വരും. അങ്ങനെ നിൻ്റെ അന്ത്യം കുറിച്ച് കഴിഞ്ഞാലും പിന്നെ നീ എവിടെയാണ്? അപ്പോൾ നീ അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ട്. അതാണ് ഞാൻ. അപ്പോൾ ഞാനെന്ന് പറയുന്നത് നീ ഇങ്ങനെ ഏറ്റുപറയണം, ഞാൻ പണ്ടുണ്ട്. ഞാൻ ഈ നാരായണൻ്റെ നാഭിപത്മത്തിൽ ബ്രഹ്മാവായിട്ട് ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്. ഇപ്പോൾ ഞാനുണ്ട്, ഉറപ്പാണ്. ഇപ്പോൾ ഉള്ള ഞാൻ വാസ്തവത്തിൽ എൻ്റെ കാലം കഴിഞ്ഞാലും ഉണ്ടാകും. പ്രളയാനന്തരവും ഉണ്ടാവും, പ്രളയത്തിലും ഉണ്ട്, പ്രളയത്തിലും മുമ്പും ഉണ്ട് എന്ന് നോക്കൂ. ഇത് മനസ്സിലാക്കണമെങ്കിൽ നല്ലൊരു മനസ്സ് വേണം. ഇവിടെ മതങ്ങളെല്ലാം തന്നെ ചത്തിയാരും, ഇവിടെ മതങ്ങളെല്ലാം തന്നെ അവരുടെ ബാഹ്യമായിട്ടുള്ള എല്ലാ പ്രകടനങ്ങളും ഇല്ലാതെയാവും. ഇവിടെ വാസ്തവത്തിൽ കാണുന്ന പേക്കൂത്തുകളെല്ലാം തന്നെ അസ്തമിക്കും. എല്ലാ തരത്തിലുള്ള ആഘോഷ്ടികളും അതെല്ലാം തന്നെ ഇല്ലാതെയാവും. കാരണം എന്താ? എല്ലാവരും ഇങ്ങനെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഹങ്കാരമില്ലാത്ത രീതിയിൽ വരുമ്പോൾ എല്ലായിടത്തും എന്നെ കാണുക. എത്ര സുന്ദരമാണെന്ന് നോക്കൂ. അപ്പോൾ അതേ രീതിയിൽ ഇവിടെയും സൃഷ്ടിക്ക് മുൻപും സൃഷ്ടിക്ക് ശേഷവും എല്ലാ കാലത്തും ഉള്ള ഞാനെന്ന് പറയുന്ന പരമസത്യത്തെ ആത്മഭാവത്തിൽ കാണുമ്പോൾ അതാണ് സനാതനം. ആ സനാതനമായിരിക്കുന്ന വസ്തുവാണ് ഞാൻ. അതാണ് വസ്തുത. അതല്ലേ ധർമ്മപ്രോചിത കൈതവോത്രപരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു. അത്ര വസ്തു ശിവദം. വാസ്തവമത്ര വസ്തു, വാസ്തവ വസ്തു. അപ്പോൾ വാസ്തവമായിരിക്കുന്ന റിയൽ, അതിനെ മനസ്സിലാക്കാൻ നോക്കുമ്പോൾ റിയലൈസേഷൻ. അപ്പോൾ വാസ്തവമായിരിക്കുന്ന വസ്തു റിയൽ, അതിനെ മനസ്സിലാക്കുന്ന റിയലൈസേഷൻ, അതൊക്കെ ഇപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട സാധനങ്ങളാണ്. റിയലൈസേഷൻ എന്ന് വെച്ചാൽ എന്തൊക്കെയോ ഇങ്ങനെ കണ്ടു കേട്ടു എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്, ഒന്നും കണ്ടില്ല. റെവലേഷൻ എന്ന് പറയുന്ന സുന്ദരമായിരിക്കുന്നൊരു കിതാബ്, ഒരു ഭാഗം ബൈബിളിലും ഉണ്ട്. ആ വെളിപാടുകൾ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ വെളിവായി കിട്ടുന്ന എന്താ? ഞാനേ ഉള്ളൂ എന്നാ. ഞാൻ സത്യമാണെന്ന് മനസ്സിലാക്കും, ഞാൻ പ്രകാശമാണെന്ന് മനസ്സിലാക്കും, ഞാൻ വഴിയാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ റെവലേഷൻ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ കൺസീൽഡായിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഞാനെന്ന് പറയുന്ന ആത്മതത്വത്തെ എന്ന് വെളിവാകുന്നുവോ അന്ന് നമ്മളിങ്ങനെ പറയും, അതാണ് ചതുശ്ലോകി. അപ്പോൾ ഭാഗവത്തിൽ എന്താ? ഭാഗവത്തിൽ പ്രധാനമായിട്ടും കാണുന്നത് ഞാനെന്ന് പറയുന്ന സവിശേഷമായിരിക്കുന്ന ആത്മതത്വത്തെ സാക്ഷാത്കരിക്കുക. സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം കൂടിയില്ലേ? റിയലായിരിക്കുന്ന സാക്ഷാത്തായിരിക്കുന്ന സംഗതിയെ മനസ്സിലാക്കുക. മൂടപ്പെട്ട അവസ്ഥയിലാണ്, മൂടിയെടുത്ത് കളഞ്ഞിട്ട് അതിനെ നമ്മൾ മനസ്സിലാക്കുക എന്നേ അതിനർത്ഥമുള്ളൂ. ഡിസ്കവർ ചെയ്യുക. അത് ശരിക്കും റെവലേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്കവർ ചെയ്യുക, കവർ മാറ്റുക. അപ്പോൾ ഏതായാലും മൂടി വച്ചിരിക്കുന്ന കവർ മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് എന്നെ മടത്തിലായി. എന്താ കവറ്? ശരീരം. അപ്പോൾ ഈ എല്ലാവരും കറുത്തവനും വെളുത്തവനും പൊക്കമുള്ളവനും പൊക്കമില്ലാത്തവനും ആ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും അവൻ്റെ ആ ശരീരമെന്ന് പറയുന്ന മൂടിയെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്നത് അതാണ് ഞാൻ. ആ ഞാനാരാ? എന്നുള്ളതാ. ഇന്നലെയുണ്ട്, ഇന്നുണ്ട്, നാളെയുണ്ട് എന്നുമുള്ള ഈ ഞാൻ എന്തെങ്കിലും ജാതിയുണ്ടോ മതമുണ്ടോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഈ അവസ്ഥ സനാതനത്വം, അത് ഈ പറയുന്ന ഭാഗവത്തിൽ ചതുശ്ലോകിയിൽ കാണുന്നു. ഇത് ഭാഗവത്തിൻ്റെ മാത്രമല്ല, ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന ഋഷികളുടെ പരമ്പരയിൽ നമ്മുടെ ആർഷമായിരിക്കുന്ന സംസ്കാരത്തിൻ്റെ ഈടുറ്റ സംഭാവനയാണ്. ഇതിനെ വളച്ചൊടിച്ച് പല രീതിയിൽ
ഈ വർഗത്തിൽപ്പെട്ടവരും, അതായത് ഈ പറഞ്ഞ സനാതനധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് അടക്കുന്നവരും, അവരും കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ കൊണ്ടാണ് നശിച്ചത്. ചതുർവർണ്ണം എന്ന് പറയുന്നതും ചതുരാശ്രമം എന്ന് പറയുന്നതും ഒക്കെ വേണ്ടാത്ത രീതിയിൽ വ്യാഖ്യാനിച്ചു അങ്ങനെയുള്ള വേലികൾ കെട്ടി, മതിൽക്കെട്ടുകളുണ്ടാക്കി, വേർതിരിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതിൽ ഉത്തരവാദിയും ഈ പറഞ്ഞ ഈ സനാതനധർമ്മികളെന്ന് പറയുന്നവർ തന്നെയാണ്. പക്ഷേ എല്ലാ തരത്തിലും സനാതനം എന്ന് പറയുന്നതും ധർമ്മത്തിനും ആർഷ സംസ്കാരത്തിനുമൊക്കെ എന്തെന്നില്ലാത്തൊരു മാറ്റമുണ്ട് എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഞാൻ ഇന്നലെയും ഇന്നും നാളെയുമുള്ള എന്നുമുള്ള, അപ്പോൾ അന്നും ഇന്നും എന്നും ഇങ്ങനെ എല്ലായ്പ്പോഴുമുള്ള ഞാൻ, അയാൾ ആരാ? അതാണ് സനാതനമായിരിക്കുന്ന ആത്മഭാവം. ഇതാണ് ഭാഗവതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ദശലോകി ഭാഗവതത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം. ഇനി രണ്ടാമതൊരെണ്ണം വരുന്നുണ്ട്. അതെന്താ വാസ്തവത്തിൽ? എല്ലാ തരത്തിലും ഞാൻ അന്നുണ്ട്, ഇന്നുണ്ട്, നാളെ ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ മുമ്പേ ഞാനേയുള്ളൂ, മറ്റൊന്നില്ല, കാരണകാര്യമായി സൃഷ്ടിക്ക് ശേഷവും ഞാൻ താൻ ശേഷിച്ചിടുന്നതും എന്ന് പറഞ്ഞിട്ട് അടുത്തതിലേക്ക് വരികയാണ്. ഹൃദയാർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ജാത്മനി തത് വിദ്യാതാത്മനോ മായാം യഥാഭാസോ യഥാതമ. ഈ മായയെപ്പറ്റി പറയണം. മായയെപ്പറ്റി കണ്ടമാനം നമുക്ക് ഗ്രഹിക്കേണ്ടതുണ്ട്. അത് ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുന്നൊരു കഥയല്ല. എങ്കിൽ തന്നെ ഇല്ലാത്തത് ഉള്ളതായും ഉള്ളത് ഇല്ലാത്തൊന്നായ തോന്നലും, അതാണല്ലോ തെറ്റിദ്ധാരണ. ആഭാസനും തമസ്സും ഞാൻ കാൺക നീ മമമായയായി. ഇവിടെ വാസ്തവത്തിൽ മാക്ബത്തിലെ ഒരു പ്രയോഗം, അതിൻ്റെ കീനോട്ടെന്ന് പറയുന്ന നാടകത്തിൽ ആദ്യം തന്നെ ഷേക്സ്പിയർ ഫെയർ ഈസ് ഫൗൾ ആൻഡ് ഫൗൾ ഈസ് ഫെയർ, ഹോവർ ത്രൂ ദ ഫോഗ് ആൻഡ് ഫിൽത്തി എയർ, നല്ല രസകരമായിട്ടുള്ള പ്രയോഗമാണ് തുടക്കത്തിൽ മാക്ബത്ത്. ഫെയർ ഈസ് ഫൗൾ, നമുക്ക് നല്ലതെന്ന് തോന്നുന്നു നല്ലതൊന്നുമല്ല, അത് തിന്മയാണ്. അപ്പോൾ നന്മ തിന്മയാണ്, തിന്മ നന്മയാണ് എന്ന് പറയുന്ന രീതി കാണുന്ന ഒന്നും ശരിയല്ല. അപ്പിയറൻസസ് ആർ ഡിസെപ്റ്റീവ് എന്നാണ് അതിൻ്റെ ആ വ്യാഖ്യാനം നമ്മൾ പഠിക്കുന്നത്. അപ്പിയറൻസസ് ആർ ഡിസെപ്റ്റീവ്. നമ്മൾ ഈ ലോകത്തേക്ക് വന്ന് കണ്ടതെല്ലാം തന്നെ കാര്യങ്ങളല്ല, അവയെല്ലാം തന്നെ അസത്യമാണല്ലെങ്കിൽ അതൊന്നും അങ്ങനെയല്ല. അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള നിജസ്ഥിതി അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതിയാണ് മായ. അതെങ്ങനെ അങ്ങനെയായി മായ? അതിനുള്ള ഉദാഹരണങ്ങളാണല്ലോ ഈ അരണ്ട വെളിച്ചത്തിൽ കിടക്കുന്ന കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് ധരിച്ചു. അതുപോലെ തന്നെ മരീചിക എന്ന് പറയുന്ന മരുഭൂമിയിൽ ജലമുണ്ടെന്ന് കരുതി അതിൻ്റെ പിന്നാലെ ഓടിയിട്ട് വള്ള ജലവും കിട്ടിയോ? ഇതെല്ലാം തന്നെ വാസ്തു തോന്നലുകളാണ്. അപ്പോൾ ഇവിടെയും ഇല്ലാത്തത് ഉള്ളതായുള്ളതും ഇല്ലാത്തത് ഉള്ളതായിട്ടും ഇല്ലാത്തതായിട്ടുള്ള തോന്നലും ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ മായ. ഉള്ളതില്ലാത്തതായും ഇല്ലാത്തത് ഉള്ളതായും ഉള്ളത്തിൽ തോന്നിപ്പത്, അതാണ് എൻ്റെ മായയുടെ സ്വരൂപം, എൻ്റെ മായ. അവിടെ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള കാര്യം എൻ്റെ മായ എന്ന് തന്നെയാണ്. കുറ്റങ്ങൾ പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ കുറ്റം ആരോപിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കാറില്ലേ? കേസിൻ്റെ കാര്യത്തിലുണ്ട്, കുടുംബജീവിതത്തിലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും എന്താ മറ്റുള്ളവരിൽ കുറ്റം ആരോപിച്ചുകൊണ്ട് രക്ഷപ്പെടുക, അതൊരു സമ്പ്രദായമാണ്. അത് വാസ്തവത്തിൽ മനുഷ്യൻ കണ്ടുപിടിച്ചൊരു വിദ്യയാണ്. ശരിക്കും പറഞ്ഞാൽ യു ആർ ദ പ്രോബ്ലം, യു ആർ ദ സൊല്യൂഷൻ എന്നുള്ള രീതിയാണ് കറക്റ്റ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നതിനും കാരണക്കാരായ നിങ്ങളാണ്. അപ്പോൾ നമ്മളേതായിട്ടുള്ള പ്രോബ്ലംസാണ് ഇവിടെ ഉള്ളത് മുഴുവൻ. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമ്മളിൽ നിന്നാണ്. അതിന് കാരണം എന്താ? മായ. ആ മായ ആരുടെയാണ്? എൻ്റെ മായ എന്നാണ് ഭഗവാൻ പ്രയോഗിച്ചത്. അപ്പോൾ എൻ്റെ മായ എന്ന് ഭഗവാൻ പ്രയോഗിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മായ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ എന്തെല്ലാം വഴിപാടുകളാണ്. വാസ്തവത്തിൽ അവിടെയാണ് പ്രഥമസ്കന്ധത്തിൽ നമ്മൾ കാണാനിരിക്കുന്ന, പ്രഥമസ്കന്ധത്തിൽ പറഞ്ഞു, പലവട്ടം പറഞ്ഞു, എങ്കിലും ആ പ്രഥമസ്കന്ധത്തിൽ ഭാഗവതം രചിക്കുമ്പോൾ ഈ ഭഗവത് സ്വരൂപത്തെ സമാധ്യവസ്ഥയിൽ വേദവ്യാസൻ കാണുന്നത് പ്രകൃതിയായിട്ടും പുരുഷനായിട്ടാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ മായ. അപ്പോൾ പുരുഷൻ്റേതാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ പ്രകൃതി എന്ന് പറയുമ്പോൾ അയാളുടെ ബാഹ്യമായിട്ടുള്ള അസ്ഥിതി, അതാണ് മായ, അതാണ് പ്രകൃതി. ഒരു മനുഷ്യശരീരത്തെ എടുക്കുമ്പോൾ അകത്തുകൂടി കൊള്ളുന്ന ഈശ്വരൻ നാരായണൻ, പുറമേ കാണുന്ന ഈ ശരീരത്തിൻ്റെ പ്രകൃതി അത് മായ. ഇവിടെ ഈ പ്രപഞ്ചം മുഴുവൻ എടുക്കുമ്പോൾ കാണുന്നതൊക്കെ മായ എന്ന് പറയാൻ കാരണം പ്രകൃതി ആയതുകൊണ്ടാണ്. അതാണ് നേച്ചർ. ആ പ്രകൃതിയിൽ അന്തർഭവിച്ചിരിക്കുന്ന ഈശ്വരത്വമുണ്ട്, അതാണ് പുരുഷൻ. പുരത്തിൽ ശയിക്കുന്ന പുരുഷൻ, പുരത്തിൽ. അങ്ങനെ പുരത്തിൽ ശയിക്കുന്ന പുരുഷൻ്റെ മായയാണ് ഈ കാണുന്ന മുഴുവൻ. അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആണ് പെണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലിംഗം തിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവരുടെയും ഉള്ളിൽ പുരുഷൻ തന്നെയാണ്. അകത്ത് പുരുഷനെ ഉണ്ടാകാൻ നിർവാഹമുള്ളൂ, നിവൃത്തിയുള്ളൂ. ആ പുരുഷനെ ചുറ്റിപ്പറ്റിയാണ് പ്രകൃതി. അത് നമുക്ക് വളരെ വ്യക്തമാക്കി കാണിച്ചുകൊണ്ടാണ് ഈ ശുഖബ്രഹ്മം വരുന്നത്. പ്രഥമസ്കന്ധത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ കുറേ സ്ത്രീകളെയൊക്കെ ചുറ്റും നിർത്തിയിട്ടാണ് വരുന്നത്. സ്ത്രീ എന്ന് വെച്ചാൽ പ്രകൃതി. അപ്പോൾ പ്രകൃതിയുടെ ഉള്ളിൽ കുടികൊള്ളുന്ന 16 വയസ്സുകാരനാണ് ഇങ്ങനെ വന്നിട്ട് ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ പരീക്ഷത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, അത് പുരുഷൻ. അപ്പോൾ സാക്ഷാൽ ഈശ്വരൻ തന്നെ
പ്രകൃതിയാൽ ചുറ്റപ്പെട്ട് ഇങ്ങനെ വന്നിട്ട് പ്രകൃതിയെല്ലാം തന്നെ നിരോധാനം ചെയ്ത് പുരുഷൻ മാത്രം ഇരുന്നുകൊണ്ട് ഈ പറയുന്ന പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിക്കുകയാണ്. അവിടെയും നരനും നാരായണനും തമ്മിലുള്ള ഒരു സംവാദമായിട്ട് എടുക്കാം. അവിടെയും നമ്മൾ പഠിക്കേണ്ടത് ഈ പറയുന്ന എൻ്റെ പ്രകൃതി അല്ലെങ്കിൽ എൻ്റെ മായ. അപ്പോൾ എൻ്റെ മായ മമമായ ദുരത്യയ എന്ന് ഭഗവാൻ പറയുമ്പോൾ എൻ്റെ മായ വളരെയേറെ ബുദ്ധിമുട്ടാണ് തരണം ചെയ്യാനെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും പറയേണ്ട പ്രയോഗമാണത്. മമമായ, എല്ലാവരും പറഞ്ഞു നോക്കൂ, മമമായ, എൻ്റെ മായ. കുറ്റം മുഴുവൻ മറ്റുള്ളവരെ ആരോപിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗം കുതന്ത്രങ്ങൾ ഇങ്ങനെ മെനഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതെല്ലാം തന്നെ ഉണ്ടാക്കിയത് ഞാനാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നതിന് ഉത്തരവാദി ഞാനാണ്. ഈ ശരീരത്തെ എടുത്തുകൊണ്ട് ഗർഭപാത്രത്തിൽ കഴിഞ്ഞുകൂടി തട്ടിപ്പൊട്ടി പുറത്തേക്ക് പോകുന്നതിന് ഉത്തരവാദി ഞാനാണ്. എനിക്കൊരു ജാതകം ഉണ്ടെങ്കിൽ ആ ജാതകത്തിന് കാരണക്കാരൻ ഞാനാണ്. അവരവരിൽ അർപ്പിതമായിട്ടുള്ള കാരണങ്ങളേ ഉള്ളൂ ഈ കാര്യത്തിന് നീയൊരുക്കം മായ. അപ്പോൾ ഈ മായ എന്ന് പറയുന്നത് അവനവൻ്റേതായിട്ട് ഇങ്ങനെ കണ്ടുവരുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കാനില്ല. ഇതും പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം ഞാനാരാ? ഞാൻ പണ്ടുണ്ട്, ഞാൻ നാളെയും ഉണ്ടാകും എന്നുമുണ്ട് എന്നുമുള്ള ആ ജീവതത്വം ഈശ്വരതത്വമാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് എന്നിൽ നിന്ന് സംജാതമായതാണ് എൻ്റെ മായ. ആരെപ്പറ്റി പറയുന്നത്? നരനും നാരായണനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രഹ്മാവും നാരായണനും ഇങ്ങനെ പരസ്പരം അഭിമുഖരായിട്ട് അവിടെ നിന്നുകൊണ്ട് ചതുശ്ലോകി അവതരിപ്പിക്കുമ്പോൾ അവിടെ ഭഗവാൻ നാരായണൻ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ നിന്നുകൊണ്ട് പറയുകയാണ്, എടോ ബ്രഹ്മാവേ, താനല്ല ഞാനാണിതെല്ലാം. ആ രീതി ചിന്തിച്ചാൽ ആധ്യാത്മികത ഇല്ല. അതെല്ലാം ഭൗതിക തലത്തിൽ വേണ്ടാത്ത ചിന്തകളാണ്. അങ്ങനെ മാറിയേൽക്കുന്ന നാരായണൻ മാറിയേൽക്കുന്ന ബ്രഹ്മാവിനോട് മുഖാമുഖം ഇങ്ങനെ നിന്നുകൊണ്ട് രണ്ടായിട്ട് നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നൊരു സംഗതിയായിട്ട് ചിത്രീകരിച്ചാൽ നമുക്ക് ഗുണം കിട്ടുകയില്ല എന്ന്. ഇവിടെ മമ എന്ന് പറയുന്നത് എൻ്റെന്ന് അവനവൻ്റെന്ന് തന്നെ എടുക്കണം. അപ്പോൾ നാരായണനിലുള്ള തത്വം ഈ ബ്രഹ്മതത്വം ഈ ബ്രഹ്മാവിലുമുണ്ട്. ഇനി നോക്കട്ടെ, ഈ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചതുശ്ലോകി അത് കേട്ടുകൊണ്ടിരിക്കുന്നവരെങ്ങനെ പറയണം? ഞാനേ ഉള്ളൂ പണ്ട്, ഞാനേ ഉള്ളൂ നാളെ, ഞാനേ ഉള്ളൂ എന്നും എന്ന് പറഞ്ഞിട്ട് മായയെപ്പറ്റി പറയുമ്പോൾ എൻ്റെ മായ. അങ്ങനെ ഞാനെന്ന് പറയുന്ന എന്ന് പറയുന്ന ഈ പറഞ്ഞ ഒരു പ്രത്യേക സ്ഥിതിവിശേഷം അത് വളരെ ബൃഹത്താണ്. ഞാനെന്ന് പറയുന്നത് സങ്കുചിതമാകുമ്പോൾ ഒരു ശരീരത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ഭാവമായിട്ട് എടുക്കും. അത് നാശത്തിന് ഹേതുവാണ്. അങ്ങനെ വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് ഇങ്ങനെ വ്യക്തിഗതമായിട്ടുള്ള താല്പര്യങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശോഷിച്ച അവസ്ഥയിലേക്ക് പോകും. അതല്ല ആധ്യാത്മികത. അത് വളർത്തുന്നതൊന്നും തന്നെ ആധ്യാത്മികതയല്ല. നേരെ മറിച്ച് എൻ്റെ ശരീരത്തെ പൊട്ടിച്ചുകൊണ്ട് ഈ ശരീരാന്തർഗതമായിട്ടുള്ള ഞാനിങ്ങനെ വളർന്നു വലുതായി പോകുന്നത് ആലോചിച്ച് നോക്കൂ. ആ വളർച്ച എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ മൂത്ത ഒരു ഭാവമൊന്നുമല്ല. അത് ലയിച്ച് ഇങ്ങനെ പ്രപഞ്ചത്തിൽ മുഴുവൻ ലയിച്ച് ഞാൻ ഈ പരമതത്വമായിട്ട് യോജിക്കുമ്പോൾ അവിടെയാണ് തത്വസി. ഇങ്ങനെ യോജിക്കാം? ഞാൻ ആരെയെന്ന് അറിഞ്ഞിട്ട് വേണ്ടി യോജിക്കാൻ. അപ്പോൾ ഞാൻ ശരീരമല്ല എന്ന് കാണുന്ന അവസ്ഥയിലല്ലാതെ യോജിക്കാനുള്ള ശ്രമം വല്ലതും നടത്തുമോ? അപ്പോൾ ഭാഗവതം കയ്യിലുണ്ടായിട്ടും കാര്യമില്ല, ദേവീ ഭാഗവതം കയ്യിലുണ്ടായിട്ടും കാര്യമില്ല, ഇതൊക്കെ യജ്ഞങ്ങൾ 100,000 നടത്തിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെയെല്ലാം തന്നെ എൻ്റെ ശരീരത്തെ പൊട്ടിച്ച് പുറത്തേക്ക് കടക്കാനും വിശ്വത്തിൽ അടങ്ങിയിരിക്കുന്ന വഷക്കാരസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മചൈതന്യത്തെ താനാണെന്നുള്ള ബോധത്തിലേക്ക് വളർന്നു വലുതാകാനും കഴിവില്ല എങ്കിൽ ഒരു കാര്യമില്ല, പിടുത്തം കിട്ടിയാവും. അപ്പോൾ അതേ രീതിയിലുള്ളൊരവസ്ഥ നമ്മുടെ പ്രവൃത്തി നിവൃത്തി എന്ന് പറയുന്ന 2 ശാസ്ത്രങ്ങളിലൂടെയും ഇത് 2 ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടിയിരിക്കണമെന്ന്. അപ്പോൾ രണ്ടാമത്തേൽ ഈ മായ നമ്മളിട്ട് അലട്ടുന്നതാണ്. ഈ മായയിൽ കിടന്ന് കളിക്കുന്ന ഈ കാണുന്ന മുഴുവൻ മായയെപ്പറ്റി 1-2 വാക്കുകൂടി പറയാതെ നിവൃത്തിയില്ല. ഈ മായയിലാണ് ഇത് മുഴുവൻ നടക്കുന്നത്. സപ്താഹങ്ങൾ നടക്കുന്ന മായയിൽ, സത്രങ്ങൾ നടക്കുന്ന മായയിൽ, ക്ഷേത്രങ്ങളും പള്ളികളും ഉണ്ടാക്കിയിട്ടുള്ളത് മായയിൽ, അവിടെ കുർബാനയായാലും എന്തായാലും നടക്കുന്ന മായയിൽ. എന്തുമായ? പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാതെ ആരെങ്കിലും രക്ഷപ്പെടുവാവോ? അപ്പോൾ എല്ലാ തരത്തിലും എൻ്റെ മായ എന്ന് പറയുന്ന ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ പ്രകൃതിയിലെ വികൃതമായിരിക്കുന്ന അവസ്ഥകൾ അതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ഞാൻ ആരാ എന്നറിയണ്ടേ? അതിനാണ് ചതുശ്ലോകി. ഞാനെന്ന് പറയുന്നതൊന്നുമല്ല, എൻ്റെ മായയ്ക്കും അതീതമാണ് ഞാൻ. എൻ്റെ മായ എന്ന് പറഞ്ഞാൽ ഞാൻ സൃഷ്ടിച്ചത് അതില്ലാതെയാക്കാൻ എനിക്ക് കഴിയണം. ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ അധീശത്വം അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ടാക്കിയെടുക്കും? അപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ പരമശക്തനായിരിക്കുന്ന ഞാൻ വാസ്തവത്തിൽ ഈ പറയുന്ന എല്ലാത്തിനും കാരണക്കാരനാണ്. ശരീരത്തെ കണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയതിന് ഉത്തരവാദിത്വം ഞാനാണെങ്കിൽ ആ ഉത്തരവാദിയായിരിക്കുന്ന ഞാൻ തന്നെ വേണ്ടേ അതിൽ നിന്ന് മോചനം വാങ്ങാനും? അപ്പോൾ എനിക്ക് കിട്ടേണ്ടതായുള്ള മോചനം ഞാൻ വാങ്ങിയിരിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ ആരെങ്കിലും ഇത് വാങ്ങിയില്ല എങ്കിൽ പിന്നെ മക്കളും അല്ലെങ്കിൽ പരമ്പരയുമൊക്കെ അത് കൊടുക്കാനായിട്ട് ഇങ്ങനെ തുനിയുന്ന രീതിയാണ് നിവൃത്തി വിട്ടിട്ട് പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ കാണുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ യഥാ മഹാന്തിഭൂതാനി ഭൂതേഷു ചാവജേഷിനോ പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ ദേശനദേശഹം. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഉച്ചനീചം പദാർത്ഥത്തിൽ മഹാഭൂതങ്ങൾ എന്ന പോൽ ഏതിലും ഞാൻ സംപ്രവിഷ്ടൻ അപ്രവിഷ്ടനുമാണ് ഞാൻ.
നമുക്ക് തോന്നും ഈ കാണുന്ന ചരാചരങ്ങളിലെല്ലാം തന്നെ ഈശ്വരൻ കയറിയിരിക്കുക. ഈശ്വരൻ ഇങ്ങനെ കീറി മുറിച്ച് അപ്പം പങ്കിടുന്ന പോലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കേക്ക് മുറിക്കുന്ന പോലെ, അല്ലെങ്കിൽ അലുവ മുറിക്കുന്ന പോലെ കഷ്ണം കഷ്ണം കഷ്ണമായിട്ട് ആ ഈശ്വരനെ മുറിച്ചിട്ട് എല്ലാ ജീവജാലങ്ങളിലും ഇട്ടു എന്നുള്ള മട്ടിലേക്ക് പോകരുതെന്നാണ് ഈ ശ്ലോകത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന രസവും രഹസ്യവും. നമ്മളങ്ങനെ ചിന്തിക്കരുത്. ഞാൻ എല്ലാത്തിലും പ്രവേശിക്കുന്നു എങ്കിലും അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഈശ്വരഭാവത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഈശ്വരൻ എന്ന് പറയുന്ന സർവ്വവ്യാപി, എല്ലായിടത്തും കുടികൊള്ളുന്ന തത്വം എല്ലാത്തിലും പ്രവേശിക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിലും ഞാൻ പ്രവേശിക്കുന്നില്ല എന്ന്. അതെന്തപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് പ്രയോഗം? അല്ല, ഈ രണ്ട് വാക്കുകളടങ്ങിയിരിക്കുന്ന വൈരുദ്ധ്യം ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ പ്രവേശിച്ചായിട്ട് തോന്നും നിങ്ങൾക്ക്, പക്ഷേ ഞാൻ പ്രവേശിക്കുന്നില്ല. ഒരു നിർമ്മമമായിരിക്കുന്നൊരവസ്ഥ, അതാണ് ആപ്റ്റായിട്ടുള്ള വേർഡ്, നിർമ്മമം, മമതയില്ലാത്ത. അപ്പോൾ ഈ ആത്മഭാവത്തെ ഒന്നുകൂടി ദ്യോതിപ്പിച്ചു. ഏതൊരാത്മസ്വരൂപമാണോ യാതൊന്നിനോടും പറ്റില്ലാതെ കൂറില്ലാതെ ഒരു പ്രത്യേക നിർമ്മമമായിട്ടുള്ള അവസ്ഥ, അതാണ് ഞാനെന്നുകൂടി പറഞ്ഞു. അപ്പം ഞാനാരാ? അപ്പോൾ ഞാനാണ് പണ്ടുള്ളത്, ഞാനാണ് ഇന്നുള്ളത്, ഞാനാണ് നാളെയുള്ളത്, എൻ്റെ മായയാണ് ഈ കാണുന്ന മുഴുവൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മമതയില്ല. എനിക്ക് യാതൊന്നിനോടും പറ്റില്ലാതിരിക്കുന്നവനാണോ എന്ന്. അത് മൂന്നാമത്തെ ശ്ലോകം അതാ, ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ഭൂതജാലങ്ങളിൽ പ്രവിഷ്ടങ്ങളെങ്കിലും മഹാഭൂതങ്ങളവയിൽ പ്രവിഷ്ടങ്ങളല്ലാത്ത പോൽ ജീവരൂപനായി പ്രവേശിച്ചതായി തോന്നിയിടിലും സർവരൂപീ ഞാൻ പ്രവേശിച്ചിടുന്നില്ല ഒന്നിലും. അതാണ് ഈശ്വരൻ. സൂത്രേ മണികണായുവ എന്നുള്ള പ്രയോഗം ശ്രദ്ധിക്കുക. സൂത്രേ മണികണായുവ, ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന നിന്നുடைய ബന്ധം വിടാതെ പരിപൂർണ ആത്മനാസതതം തന്തവും മണിപ്രകരഭേദങ്ങൾ പോലെ പരം എന്തെന്ത് ജാതമിഹ നാരായണായ നമ. ഏതായാലും ഈ പറഞ്ഞ 3 ശ്ലോകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കുന്നതായി തോന്നുന്നു, എൻ്റെ നിർമ്മമത അല്ലെങ്കിൽ നിർമ്മമത്വം ഇതെല്ലാം നീ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ എൻ്റെ മായ, അതാണ് വാസ്തവത്തിൽ കാണുന്ന മുഴുവൻ എന്ന് പറയുമ്പോൾ എല്ലാവരിലും നിക്ഷിപ്തമായിരിക്കുന്ന മായാഭാവം. അതുപോലെ ഞാൻ എന്ന് പറയുന്ന എല്ലാവരും പറയണം, ഞാൻ പണ്ടുണ്ട്, ഇന്നുണ്ട്, നാളെയുണ്ട്, എപ്പോഴും ഉണ്ടാകും. അങ്ങനെയുള്ള ആത്മതത്വം അതിനെ പ്രതിപാദിക്കുമ്പോൾ ഇന്ന് നടക്കുന്ന ഈ തർക്കങ്ങൾ, സനാതനത്വം സനാതനം വേണ്ടാത്ത ആരോപണങ്ങളും തർക്കങ്ങളും കുതർക്കങ്ങളും എല്ലാം തന്നെ അവിടെ അസ്തമിക്കും. 4-ാമത്തെ ശ്ലോകം കൂടി നോക്കൂ. ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയ വ്യതിരേകാഭ്യാം യസ്യാത് സർവത്ര സർവത. അന്വയ വ്യതിരേകങ്ങൾ കൊണ്ട് ഏത് ഉണ്ട് എന്നും ഏതിലും അത് താൻ തത്വജിജ്ഞാസു അറിയേണ്ടെന്ന വാസ്തവം. എന്താണ് വാസ്തവവസ്തു അല്ലെങ്കിൽ സത്യവസ്തു എന്തെന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അന്വയ വ്യതിരേകങ്ങൾ കൊണ്ട് ഏത് ഉണ്ട് എന്നും ഏതിലും, ഏതുണ്ട് എന്നും ഏതിലും അതാരാ? അത് താൻ തത്വജിജ്ഞാസു അറിയേണ്ടുന്ന വാസ്തവം. തത്വജിജ്ഞാസുവായോൻ അറിഞ്ഞിരിക്കേണ്ടുന്നത് ഇത്രമാത്രം. എന്തെന്നാ ഇത്രമാത്രം? ചിന്തിച്ചു നോക്കിയിടുകിൽ അന്വയ വ്യതിരേകമുറയ്ക്ക്. അത് അന്വയം കൂട്ടിച്ചേർത്തും അത് അഴിച്ചും പണിതുമൊക്കെ നോക്കിക്കൊണ്ട് എപ്പോഴും എങ്ങും അന്യൂനവിരിപ്പതേത് അതാണ് ആത്മസ്വരൂപം. ഒന്നുകൂടി വായിക്കാം. അന്വയ വ്യതിരേകമട്ടിൽ എപ്പോഴും എങ്ങും അന്യൂനം ഇരിപ്പതേത് അതാണ് ആത്മസ്വരൂപം. അന്യൂനം, യാതൊരു കുറവുമില്ലാതെ. അപ്പോൾ യാതൊരു വ്യത്യാസവും കുറവില്ലാതെ എല്ലായിടത്തും എപ്പോഴും ഉള്ളത് ഏതാ? ആത്മസ്വരൂപമാണ്. അതാണ് സനാതനം. അപ്പോൾ ഈ സനാതനമായിരിക്കുന്ന ആത്മസ്വരൂപത്തെയാണ് നമ്മൾ കാണേണ്ടത്. അവിടെ ജാതിയും മതമൊക്കെ ഇല്ലാതെയാവും. മതേതരത്വം മാത്രമല്ല, മതരാഹിത്യവും. എന്തു മതപ്പാ? ഈ മതങ്ങളെല്ലാം തന്നെ ഉണ്ടായത് ഈശ്വരാന്വേഷണത്തിനോ അല്ലെങ്കിൽ ആത്മാന്വേഷണത്തിനോ അല്ലെങ്കിൽ ഞാനാരെ എന്ന് കണ്ടുപിടിക്കാനോ വേണ്ടിയിട്ടാണ്. അല്ലാതെ തമ്മിൽ തല്ലാനും തലകീറാനും ഗ്രൂപ്പ് ഉണ്ടാക്കാനും എന്നിട്ട് ഓരോരോ രീതിയിൽ ഇങ്ങനെ ഓർഡർ, ആരുടെ ഓർഡർ, ആ ഓർഡർ, ഈ ഓർഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്മിൽ തല്ലുക. അപ്പോൾ ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ ഒരിക്കലും ചേർന്നതല്ല. അതെല്ലാം തന്നെ ചേരാത്ത, അതൊന്നും പാടില്ലാത്ത ഒരു പ്രത്യേക ദീക്ഷ അല്ലെങ്കിൽ തത്വനിർണയം നമ്മൾ ഭാഗവത്തിലും ദേവീഭാഗവത്തിലും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ അന്വേഷിക്കുന്ന മുക്തി എന്ന് പറയുന്ന പദവി ഇത്തരത്തിൽ നമ്മൾ നേടേണ്ടതാണ് എന്ന് കാണാം. ചതുശ്ലോകിയെപ്പറ്റി ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത ദിവസം ഇതിനെപ്പറ്റി കുറച്ചുകൂടി നിങ്ങൾ ഉറപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ സനാതനത്വം പറഞ്ഞുകൊണ്ട് തമ്മിൽ തല കയറി ചാവും, ഒരു കാര്യമില്ല. അപ്പോൾ എല്ലാ തരത്തിലും യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാതെ ശരിക്കുള്ള ആ നിജനിലയും നിജസ്ഥിതിയും മനസ്സിലാക്കാതെ നമ്മൾ പെരുമാറുന്നതുകൊണ്ടുണ്ടാകുന്ന കോട്ടങ്ങളേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഈ മനുഷ്യൻ പലതായിട്ടിങ്ങനെ തിരിഞ്ഞ് തപ്പിത്തല്ലുന്ന രംഗം ഏതൊരു ഫീൽഡ് എടുത്തു നോക്കൂ, ഏതൊരു പള്ളിയായാലും അമ്പലമായാലും ഏത് സ്ഥലമായാലും എടുത്തു നോക്കിയാലും ഇന്ന് ആധ്യാത്മികതയില്ല. എന്തെന്നില്ലാത്ത കോലാഹലങ്ങളാണ്, അസ്വസ്ഥമായിരിക്കുന്ന അന്തരീക്ഷമാണ്. നമ്മൾ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നു, പക്ഷെ സ്വസ്ഥതയില്ല. അപ്പോൾ എല്ലാ തരത്തിലും ഈശ്വരൻ ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങളാണ്. ഈശ്വരൻ എവിടെയില്ല.
എല്ലായിടത്തോട്ടും നമ്മളിങ്ങനെ പ്രഖ്യാപിക്കും. പക്ഷേ ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന ഈശ്വരൻ എവിടെയില്ല എന്ന് കുട്ടികളോട് ചോദിച്ചാൽ അവരുടെ മറുപടി ഇതായിരിക്കണം: എവിടെയൊക്കെ ഈ ആരാധനാലയങ്ങൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടോ അവിടെയൊന്നും ഈശ്വരൻ ഇല്ലാതെ വിട്ടിട്ട് ഈശ്വരനുണ്ട്. കള്ളുഷാപ്പിൽ പോലും ഉണ്ടെന്ന് പറയാം. അല്ല, അത്തരത്തിൽ ബാറിലും നമ്മൾ വളരെ മോശമെന്ന് പറയുന്ന സ്ഥലത്ത് പോലും ഈശ്വരൻ ഉണ്ടെന്ന് പറയാം. ഈ പറയുന്ന സങ്കേതങ്ങളിൽ ഈശ്വരൻ ഇല്ല എന്ന് തർപ്പിക്കേണ്ട ഗതികെട്ടൊരവസ്ഥയിലേക്ക് പോകാൻ കാരണം സനാതനം എന്താണെന്ന് അറിഞ്ഞുകൂടാതെ പോയി നമ്മുടെ ഈ പറയുന്ന മതമീമാംസ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ വേണ്ട രീതിയിൽ പഠിക്കാത്തത് ഒരു കുറവായിപ്പോയി. എല്ലാ തരത്തിലും അന്വേഷണം നടത്തുന്നത് ആത്മാവിനെ അല്ല എന്നുള്ള രീതിയിലായിപ്പോയി. ആത്മാർത്ഥമായിട്ടുള്ള സമീപനം ഒരു കാര്യത്തിലും ഇല്ല എന്നുള്ള കുറ്റം കൊണ്ട് സംഭവിക്കുന്ന കേടുകളെ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അതെല്ലാം തന്നെ മാറുന്നതിന് ഈ ഭാഗവതവും വേണ്ട രീതിയിൽ വിചിന്തനം ചെയ്താൽ കിട്ടും. എല്ലാ തരത്തിലുള്ളൊരു മരുന്നെന്നോ അതിനെ പറയാം, അത്തരത്തിൽ രക്ഷപ്പെടാനുള്ളൊരു മാർഗവും കൂടിയാണിത്. ഈശ്വരൻ രക്ഷിക്കട്ടെ, അതായത് നമ്മെ രക്ഷിക്കട്ടെ, നമ്മളാണ് രക്ഷിക്കേണ്ടത് നമ്മളെ എന്ന് പറഞ്ഞാൽ നാമാണ് ഈശ്വരൻ എന്നുള്ള മട്ടിലേക്ക് നമ്മൾ നടന്നു നീങ്ങുകയാണ്. അവിടെയാണ് മുക്തി എന്നുള്ള കാര്യവും കൂടി ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് കഥകളിലൂടെ കടന്നു പോകുമ്പോഴേ വിട്ടുപോകാതിരിക്കുക. ഏതൊരു സംഗതിയാണ് സ്ഥായിയായിട്ടുള്ളത് വിട്ടു ചിന്തിക്കരുത്. ആ സ്ഥായിയായിട്ടുള്ള സംഗതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം ചിന്തകളെല്ലാം തന്നെ നടത്താൻ. എങ്കിലേ ഗുണം കിട്ടും. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.